ഓക്കെ, റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആണ്. ഓക്കെ, ഹരി ഇടയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. റെക്കോർഡിംഗ് എന്തെങ്കിലും പ്രശ്നമോ വല്ലതും ചെയ്യുകയാണെങ്കിൽ. ഇത് ഓക്കെ, ഇത് നമ്മുടെ ഡാറ്റയാണ്, നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എൻജിയിലുള്ള കസ്റ്റമേഴ്സിന്റെ ഡാറ്റയാണ്. ഓക്കെ, ഇത് കസ്റ്റമർ ഗ്രൂപ്പ്, ഇത് കസ്റ്റമറുടെ പേര്, ഇൻവെസ്റ്ററുടെ പേര്, ഇത് കസ്റ്റമറുടെ ഗ്രൂപ്പ്, ഇത് കസ്റ്റമറുടെ പേര്. ഇത് ആരെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ? ലക്ഷ്മി, ആൽബി, നിങ്ങൾക്ക് അറിയോ ഇത് എവിടെ നിന്ന് എടുക്കുന്നുള്ളത്? ലക്ഷ്മിക്ക് അറിയോ ഇത് ഏതാ റിപ്പോർട്ട് എന്നുള്ളത്? ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്താണ്. ഇത് ബിസിനസ് ഇൻസൈറ്റ് റിപ്പോർട്ട് എന്നുള്ള റിപ്പോർട്ടാണ്. അപ്പൊ ഇതിൽ ക്ലയന്റ് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തു, എത്ര രൂപ SIP ഉണ്ട്, എത്ര രൂപ പ്രോഫിറ്റ് എത്രയാണെന്ന് അറിയാൻ പറ്റില്ല. ഇത് ഞാനിപ്പോ ഇവിടെ ഒരു ഫോർമുല ഇട്ടപ്പോ എനിക്ക് കിട്ടിയതാണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ എല്ലാ ക്ലയൻസിന്റെയും ഒറ്റയടിക്ക് റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ട് സോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് നമ്മുടെ ഡാറ്റയാണ്. നമ്മൾ ഈ ഡാറ്റ കൃത്യമായിട്ട് യൂസ് ചെയ്താലാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാവുക. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇപ്പൊ ഇന്ന് പറയാൻ പോകുന്നത്. ഇപ്പൊ ഇതിൽ ഞാനിവിടെ ഓൾറെഡി ഒരു റിമാർക്ക് ഇട്ടിട്ടുണ്ട്, കമന്റ് ഇട്ടിട്ടുണ്ട്. അവിടെ കാണാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും കമന്റ്? ഓക്കെ, അപ്പൊ ഇതില് SIP ഉള്ള ആൾക്കാരുണ്ട്, SIP ഇല്ലാത്ത ആൾക്കാരുണ്ട്, 1000 രൂപ SIP ഉള്ള ആൾക്കാരുണ്ട്, 5000 രൂപ SIP ഉള്ള ആൾക്കാരുണ്ട്, 50,000 SIP ഉള്ള ആൾക്കാരുണ്ട്, 1 ലക്ഷം രൂപ SIP ഉള്ള ക്ലയൻസ് നമുക്കുണ്ട്, 1,20,000 വരെ മാസം അടയ്ക്കുന്ന ക്ലയൻസ് നമുക്കുണ്ട്. ഓക്കെ, അപ്പൊ ഈ ക്ലയൻസിനൊന്നും SIP ഇല്ലാത്തവരാണ്. അതായത് ഈ ക്ലയൻസിന്റെ എല്ലാം SIP 0 ആണ്. അവിടെ ലൈവ് SIP എല്ലാം 0 ആണ് കാണിക്കുന്നത്. അപ്പൊ ഇതില് ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ഇതല്ലാണ്ട് ഡയറക്റ്റ്ലി ആർക്കെങ്കിലും SIP ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. മിക്ക ആൾക്കാർക്കും ഡയറക്റ്റ്ലി SIP ഉണ്ടാവില്ല. പക്ഷെ ഇതിൽ ചില കേസുകൾ, നേരത്തെ തുടങ്ങിയിട്ടുള്ള കേസുകളിൽ ചില കസ്റ്റമേഴ്സിന് ലൈവായിട്ട് SIP ഉണ്ട്. ഇപ്പോ ഉദാഹരണത്തിന് സന്തോഷ് കുമാർ, അങ്ങനെയുള്ള കുറച്ച് കസ്റ്റമേഴ്സിന് SIP ഉണ്ട്. നമ്മുടെ OFAയുടെ റിപ്പോർട്ട് ഇപ്പൊ അത് നമ്മൾ പുതിയൊരു പ്ലാറ്റ്ഫോം എടുത്തിട്ടുണ്ട്, അതിലേക്ക് കൂടെ നോക്കാം. OFAയിലെ റിപ്പോർട്ട് ചിലപ്പോൾ ഓൾറെഡി നമ്മുടെ ഡ്രൈവിൽ കിടക്കുന്നുണ്ടോ. ഇതിൽ കുറെ പേര് പണ്ട് തുടങ്ങിയിട്ടുള്ളതാണ്, പിന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളതാണ്. കുറെ പേര് തുടങ്ങാത്തതുണ്ട്, വെൽത്ത് മാത്രം തുടങ്ങിയവരുണ്ട്, അല്ലെങ്കിൽ 1 ടൈം മാത്രം ചെയ്തിട്ടുള്ളവരുണ്ട്. അപ്പൊ അത് നിങ്ങൾ ക്ലയന്റിന്റെ പ്രൊഫൈൽ നോക്കി ആദ്യം മനസ്സിലാക്കാം ഇവര് എന്തൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇതില് മൃദുല MG SIP ഇല്ല, പക്ഷെ ഇവര് 1,25,000 രൂപ ഇട്ടിട്ടുണ്ട്. ആ 1,25,000 ഇപ്പോ 900 രൂപ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഡാറ്റ ഓൾറെഡി ഇതിലുണ്ട്. SIP ഇല്ല, ലംസം ഉണ്ട്. ഇവർക്ക് SIP ഇല്ല, ലംസമും ഇല്ല. അതാണ് ഇവിടെ 0 എന്ന് കാണിക്കുന്നത്. ഇവിടെ തുരുത്തിപ്പറമ്പിൽ TM വിശ്വം, TV മിഥുൻ. ഓക്കെ, ആള് SIP ഇല്ല, ലംസമും ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ വെൽത്ത് അക്കൗണ്ട് ഉണ്ട്. അതാണ് ഇവിടെ വെൽത്തിന്റെ അവിടെയാണ് 0-1 എന്ന് കാണിക്കുന്നത്, എത്ര വെൽത്ത് അക്കൗണ്ട് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതിപ്പോ ഞാൻ ഫിൽട്ടർ ഇട്ടാണ് 0 SIP ഉള്ള ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾ ഇതിൽ നിങ്ങളുടെ കസ്റ്റമർ ആരൊക്കെയാണെന്ന് നോക്കിയിട്ട് ഇത് ഓൾറെഡി നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ള ലിസ്റ്റിൽ ഇതുണ്ട്. ഇത് ആരെങ്കിലും ഈ റിപ്പോർട്ടുകൾ ഡെയിലി നോക്കുന്നുണ്ടോ? രേവതി ഇത് ഈ ട്രാക്കർ എപ്പോഴെങ്കിലും നോക്കാറുണ്ടോ? നമ്മളെ അപ്ഡേറ്റ് ചെയ്യുന്ന ട്രാക്കർ അല്ലേ സർ? എത്ര ട്രാക്കർ ഉണ്ട് രേവതിക്ക്? രേവതി പൂജ എന്നുള്ള ട്രാക്കർ, ബിസിനസ്, സർവീസ് ട്രാക്കർ 3. അല്ല, ഈ മാസ്റ്റർ ട്രാക്കർ നോക്കാറുണ്ടോന്ന് ചോദിച്ചു. മാസ്റ്റർ ട്രാക്കർ നോക്കാറില്ല. ആൽബി നോക്കാൻ പറയാറുണ്ടോ? ആൽബി ഇന്ന് രാവിലെ ലീഡ് ആഡ് ചെയ്തതിന്റെ ഇന്ന് രാവിലെ പറഞ്ഞിരുന്നു, ഇന്ന് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല, സിസ്റ്റം ഓൺ ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ ആൽബി പറഞ്ഞു. അല്ല, നിങ്ങൾക്ക് ഡെയിലി സ്ക്രീൻഷോട്ട് അയച്ചു തരുന്നില്ല, അത് ഈ ട്രാക്കറിലാണ്. മനസ്സിലായോ?
നമ്മളിനി കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ട്രാക്കർ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് ട്രാക്കർ എന്താണ് ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അത് ആൽബിയോടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമുക്ക് അസൈൻ ചെയ്യാം. അവരുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ട്രാക്കറിൽ ആഡ് ചെയ്യും. അപ്പൊ കൃത്യമായിട്ട് അതിന്റെ അപ്ഡേറ്റ് കൊടുക്കണം കേട്ടോ. എല്ലാവരും ട്രാക്കർ ഇതിന്റെ സിസ്റ്റം ഒന്നും പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ട്രാക്കർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ട്രാക്കർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട. ആ ട്രാക്കർ വേറെ ആരെങ്കിലും ചെയ്തോളും. പക്ഷെ നിങ്ങൾ ഇതിൽ ചോദിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുക്കണം. ഇത് ബിസിനസിന്റെ ട്രാക്കറാണ്, ഇത് കസ്റ്റമർ സർവീസ് ആണ്. ഇതിനെന്താ വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലയന്റിനെ ഇവിടെ അസൈൻ ചെയ്തിട്ടുണ്ടാവും. പുതിയൊരു കസ്റ്റമറെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടെ അസൈൻഡ് ടു എന്ന് പറഞ്ഞിട്ട് മാറ്റിയിട്ടുണ്ടാവും. അതിപ്പോ നിങ്ങൾ എപ്പോഴും റെഗുലർ ആയിട്ട് നിങ്ങളുടെ ട്രാക്കറിൽ നിങ്ങൾക്ക് ആരെയൊക്കെ തന്നിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ നോക്കി അറിയാൻ പറ്റും. ഇപ്പൊ രേവതയുടെ പേരിൽ നമ്മളിപ്പോ അപ്പൊ ഇത് നമ്മുടെ ഒരു സിസ്റ്റമാണ്. ഇത് എല്ലാവരും ഫോളോ ചെയ്യാനുള്ളതാണ്. രേവതയുടെ കേസിൽ വല്ല പെൻഡിങ് ഉണ്ടോ, വെരി ഹോട്ട് ഉണ്ടോ, അതായത് ഇന്ന് സെയിൽ ക്ലോസ് ചെയ്യാൻ പറ്റിയ വല്ല കേസുകൾ ഉണ്ടോ എന്നുള്ളത് ഇവിടെ നോക്കി അറിയാൻ പറ്റും. ഓക്കെ, ഈ ഡിത്തു മോഹന്റെ കേസ് എപ്പോ കിട്ടാൻ സാധ്യതയുണ്ട്? SIP പുള്ളി ചെയ്യോ രേവതി? സർ, ഡിത്തു മോഹന്റെ അവര് വേറൊരു പ്ലാറ്റ്ഫോമിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി SIP സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും എൻജേയുടെയും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി ബെറ്റർ ഏതാന്ന് നോക്കിയിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ മാസം ഒന്നും ഉണ്ടാവില്ലല്ലോ? ഇല്ല, ഈ മാസം ഉണ്ടാവില്ല സർ. അപ്പൊ ആൽബി ഇതൊക്കെ പണ്ടേ മാറ്റിയിട്ടുണ്ടാ. ഓക്കെ, ഈ അജി ഏതാ? അജി എപ്പോ പേയ്മെന്റ് അടയ്ക്കും? അജി ഈ മന്ത് ചെയ്യാന്നാ പറഞ്ഞ. അപ്പൊ ഈ മന്ത് ലാസ്റ്റിലേക്ക് ചെയ്യാന്നാ പറഞ്ഞേ. ചെയ്യും ഈ മാസം. കഴിഞ്ഞ മാസം പെൻഡിങ് വന്നിരുന്നതായിരുന്നു. അത് ഞാൻ മാറ്റിയിട്ടിരുന്നതാണ്. അപ്പൊ ഈ മാസമാണ് അത് ഹോട്ടലിലേക്ക് ആയേ. ഈ മാസം കിട്ടുന്ന ഉറപ്പാണോ? 100% ഉറപ്പാണോ? ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. രേവതിക്ക് എന്താ തോന്നുന്നത്? കിട്ടും. എനിക്ക് തീരെ പ്രതീക്ഷയില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം എന്റെ ട്രാക്കറിൽ വാമലിടാണ്. കാരണം ഇയാളെ വിളിക്കുന്നുണ്ടോ? ബാബു വിളിച്ചു. അടുത്ത ആഴ്ച വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ശരി, എന്തിനാ അടുത്ത ആഴ്ച വിളിക്കുന്നത്? സാറിനോട് ഈവനിങ്ങിൽ വിളിക്കാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു സാറിനെ കോണ്ടാക്ട് ചെയ്തിരുന്നോ എന്ന് ചോദിച്ചപ്പോ ഞാൻ ബിസി ആയിരുന്നു, അടുത്ത ആഴ്ച കൺഫേം പറയാന്ന് പറഞ്ഞു. അപ്പൊ ഇത് ട്രാക്കർ നിങ്ങൾ എപ്പോഴും നോക്കണം. ഇതിലുള്ള സ്റ്റാറ്റസ് നോക്കിയിട്ട് സ്റ്റാറ്റസ് അപ്പോൾ അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഈ ട്രാക്കർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓൾറെഡി നിങ്ങളുടെ മെയിലിലേക്കൊക്കെ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൽബി ഇതിലിപ്പോ HR റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ഇല്ലെങ്കിലേ ഇതൊന്ന് ഇവരെയൊക്കെ മാറ്റിക്കോടാ. അഞ്ജന, ജാസ്മിനൊക്കെ മാറ്റിക്കോടാ. എന്നിട്ട് ഈ ട്രെയിനിങ് വേറെ ഇതിലേക്ക് കിട്ടും. ട്രെയിനിങ് HR-ലേക്ക് കിട്ടോടാ. ഓക്കെ, അപ്പൊ ഞാൻ നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഇത് നമ്മുടെ ലീഡാണ്, ഇത് നമ്മുടെ ഡാറ്റയാണ്. അപ്പൊ ഇത് ലൈവ് SIP 0 ആയിട്ടുള്ള ആൾക്കാർ. ഓക്കെ, ഇത് SIP ഏറ്റവും കൂടുതലുള്ള ആൾക്കാർ. ഞാൻ കുറച്ചുപേരുടെ പേര് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ അടുത്തായിട്ട് SIP ചെയ്തവര്, ലംസം ഇൻവെസ്റ്റ് ചെയ്തവരുടെയൊക്കെ പേര് ഞാൻ മാറ്റിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഇതിൽ ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. ഓക്കെ, ഒന്ന് ഇതില് പ്രദീപ് നായരുടെ വൈഫിന്റെ പേരിൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, പിന്നെ പ്രദീപിന്റെ പാരന്റ്സ് റിട്ടയർഡ് ആയിട്ട് ഇരിക്കുകയാണ്. അവര് ബാങ്ക് FD-യിലേക്ക് പൈസ ഇടുന്നത്. ബാങ്ക് FD-യിൽ ആകെ 5-6% പലിശയുള്ളൂ. അപ്പൊ അത് ഇവിടെ ഒരു സ്കോപ്പ് ഉണ്ട്. പ്രദീപ് നായർ ആരുടെ ക്ലയന്റാ? വിദ്യാഭിലാഷ് തൽക്കാലം വിളിക്കണ്ട. കാരണം പുള്ളിക്കാരത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഡീൽ ചെയ്യുന്ന പുള്ളിക്കാരത്തിന്റെ ഹസ്ബൻഡ് ആണ്. അപ്പോ ഹസ്ബൻഡായിട്ട് നമ്മൾ ഓൾറെഡി സംസാരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് SIP മാൻഡേറ്റ് ശരിയായാൽ നമുക്ക് ശരിയാക്കാൻ പറ്റും. പിന്നെ ഈ ഡോക്ടർ അരുൺ CS SIP ഫണ്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് SIP ലൈവ് ആയിട്ടില്ലേ ലക്ഷ്മി? സീമ മേനോന്റെ ലൈവ് ആയിട്ടുണ്ടായിരുന്നു. എപ്പോ മുതലാ?
സെപ്റ്റംബർ. പക്ഷെ SIP ലൈവ് ആയതായിട്ട് ഇവിടെ കാണിക്കുന്നില്ല. അതൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ നിങ്ങൾ. ഓക്കെ. ഇതിപ്പോ ഞാൻ ഒക്ടോബർ ലാസ്റ്റ് എടുത്ത റിപ്പോർട്ടാണ്. പക്ഷെ ഒക്ടോബറിൽ പോയിട്ടില്ല. ഒക്ടോബറിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ SIP കാണിച്ചാൽ 1,00,000 രൂപ SIP അടയ്ക്കാൻ റെഡി ആയിട്ടുള്ള ക്ലയന്റ് കുറെ നാളായിട്ടും ചെയ്തിട്ട് നമ്മുടെ ഇവിടെ SIP നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നിട്ടില്ല. ഓക്കെ. അപ്പൊ ഇതേ കസ്റ്റമർക്ക് ഒരു മോള് ശരണ്യ അരുൺ മേനോന് ജോലി കിട്ടി. അവര് ഒറാക്കിളിൽ ജോലിയായിരുന്നു. ആ കുട്ടി ഇപ്പൊ ഇങ്ങോട്ട് പോയി, US പോയി. ശരണ്യ അരുൺ മേനോൻ, അത് ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഞാൻ ഡിലീറ്റ് ചെയ്ത് തോന്നുന്നു. അപ്പൊ അവര് ഇപ്പൊ SIP ചെയ്യില്ല. പക്ഷെ ആ കസ്റ്റമറുടെ ഒരു മോൾ, രണ്ടാമത്തെ ഒരു മോളുണ്ട്. രണ്ടാമത്തെ മോളുടെ പേരെന്താ ലക്ഷ്മി? അറിയോ? സഞ്ജന. അപ്പൊ ആ കുട്ടിക്ക് പാൻ കാർഡ് ഇല്ലെന്ന് തോന്നുന്നു. അപ്പൊ പാൻ കാർഡ് എടുക്കണമെങ്കിൽ പാൻ കാർഡ് എടുത്തിട്ട് SIP സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നോക്കുമ്പോ ഒരു മിനിറ്റ്, ഇങ്ങനെ ഇതില് ഒരുപാട് കസ്റ്റമേഴ്സിന് നമുക്ക് സ്കോപ്പ് ഉണ്ട്. ഇതിലിപ്പോ ലാസ്റ്റ് SIP എപ്പോഴാണ് അപ്ഗ്രേഡ് ചെയ്തെന്നുള്ള ഡേറ്റ് അടക്കം ഇതിലുണ്ട്. ലേറ്റസ്റ്റ് SIP സ്റ്റാർട്ടഡ്. അതായത് ഇതിപ്പോ കഴിഞ്ഞ 2020 SIP ചെയ്തത്. ഇത് 2020 മെയിലാണ് ഈ SIP സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആരുടേതാണ് കീ എന്നുള്ള സൗണ്ട് വരുന്നത്? ഇവിടുന്നാണോ അതോ ഓഫീസിൽ നിന്നാണോ? എന്റെ സിസ്റ്റത്തിൽ നിന്നാണോ? ഓക്കെ, ഞാനപ്പോ ഇതിന്റെ കമന്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ, അപ്പൊ ഈ കസ്റ്റമർക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മനസ്സിലായി? ഈ കസ്റ്റമറെ എല്ലാം ഇപ്പൊ ഇതിൽ KR പ്രജ്വൽ ഇത് തുടങ്ങിയിട്ട് ഇപ്പോ 5,000 രൂപയുടെ SIP തുടങ്ങിയിട്ട് ഇപ്പൊ 3 മാസം കഴിഞ്ഞു. ഓക്കെ, 3 മാസം കൊണ്ട് 5,000 രൂപ ഇട്ടത് എത്രയായിട്ടുണ്ട്? 5,200 ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ റിട്ടേൺസ് എത്രയാണെന്ന് നിങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇത് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും എന്നാണ് അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് എല്ലാവർക്കും അറിയണം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. SIP ചെയ്യണം, SIP അപ്ഗ്രേഡ് ചെയ്യണം, നിങ്ങൾക്കും കൊടുക്കണം എന്ന താല്പര്യമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതെങ്ങനെ SIP അപ്ഗ്രേഡ് ചെയ്യണം അല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്യണം ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. ഇതിപ്പോ നമ്മൾ ഓൾറെഡി നമ്മുടെ നിലവിലുള്ള കസ്റ്റമറുടെ കാര്യം പറയുന്നത് കേട്ടോ. ഓൾറെഡി SIP സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ SIP സ്റ്റോപ്പ് ചെയ്തു, അല്ലെങ്കിൽ ഒരു SIP കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് എങ്ങനെ നമുക്ക് ഒരു SIP കൊടുക്കാൻ പറ്റും? അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ലംസം ഇട്ടു, ഇതെങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുക? ഇതിന് നമുക്ക് ഫസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റിയ ടൂൾ ഏതാ ആൽബി? നമ്മളിത് എന്ത് ചെയ്യണമെങ്കിൽ നമ്മളൊരു ടൂൾ ഉണ്ടാവും. ഓക്കെ, ടൂൾ ഇല്ലാണ്ട് ഒരു കാര്യവും നടക്കില്ല. ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സൂം യൂസ് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം നമ്മുടെ ടൂൾസ് ആണ്. ഓക്കെ, അപ്പൊ എന്ത് ടൂളാണ് യൂസ് ചെയ്യാൻ പറ്റിയ ആൽബി? ആദ്യം പ്രോസസ് ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, എന്താ പ്രോസസ്? നമുക്ക് നമ്മളിപ്പോ എന്തിനുള്ള പ്രോസസ്സാണ് ചെയ്യുന്നത്? SIP. ഓക്കെ, ഇത് മൂന്നും ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണ്? ഒന്ന്, പുതിയതായിട്ടുള്ള SIP സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള SIP കൂട്ടുക. പിന്നെന്താണ്? സ്റ്റാർട്ട് ചെയ്തു, പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവരത് സ്റ്റോപ്പ് ചെയ്തു. അതിനെന്ത് ചെയ്യാം? അതിനെ റീസ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇത് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? അല്പി പെട്ടെന്ന് പറഞ്ഞു. ക്ലയന്റിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. എവിടുന്ന് കളക്ട് ചെയ്യാൻ പറ്റും? കസ്റ്റമറിനെ വിളിച്ചിട്ട് ഫാക്ട് ഫൈൻഡിങ് നടത്തി
ഡീറ്റെയിൽസും ഡോക്യുമെന്റ്സും കളക്ട് ചെയ്യണം. ഓക്കെ, പിന്നെ എന്ത് ചെയ്യണം? ഈ വെൽത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഉം. മാൻഡേറ്റ് രജിസ്റ്റർ ചെയ്യണം. SIP രജിസ്റ്റർ ചെയ്യണം. ഒരു മിനിറ്റ് അൽവി, ഇതിവിടെ നമ്മൾ ഓൾറെഡി അക്കൗണ്ട് ഉള്ള ആൾക്കാരുടെ കാര്യം പറയുന്നത് കേട്ടോ. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന്റെ കാര്യം പറയുന്നത് എന്നുവെച്ചാൽ നമ്മുടെ ഇവിടെ ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്, അവരുടെ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മളിത് പുതിയ കസ്റ്റമറുടെ കാര്യമല്ല പറയുന്നത്, നിലവിലുള്ള കസ്റ്റമർക്ക് പുതിയ SIP കൊടുക്കാനുള്ള കാര്യം പറയുന്നത്. ഓക്കെ ഓക്കെ, പറഞ്ഞു. പിന്നെ അല്ല, ഈ വെൽത്ത് ഉണ്ടെങ്കിൽ പിന്നെ ഡോക്യുമെന്റ് കളക്ട് ചെയ്യണ്ട. നമ്മൾ SIP കുറിച്ച് അവരോട് പറയണം. ഓരോ ആൾക്കാർ കഴിയുമ്പോൾ അടുത്തടുത്ത ആൾക്കാർ പെട്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എങ്ങനെ SIP ഒരു ക്ലയന്റിന് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാം? ലക്ഷ്മി, എങ്ങനെയാണ് ഒരു നിലവിലുള്ള ഒരു ക്ലയന്റിന് SIP സ്റ്റാർട്ട് ചെയ്യിക്കാൻ പറ്റുക? എന്തായാലും ഇത് എല്ലാ കേസിലും നമ്മൾ ചെയ്യണം. കസ്റ്റമറുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം, അല്ലേ? ഇത് എല്ലാ കേസിലും ചെയ്യേണ്ടതാണ്. കസ്റ്റമറെ വിളിച്ച് നിങ്ങൾ സംസാരിക്കേണ്ടി വരും, കസ്റ്റമറുടെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, എന്നിട്ട് ഇത് എന്തിനാണ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നത്? രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് അവർക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇൻഷുറൻസോ ഇൻവെസ്റ്റ്മെന്റോ കൊടുക്കാൻ പറ്റും. ഒന്ന്, അവരുടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ, ഒരു പ്രോബ്ലം, അല്ലെങ്കിൽ ഒരു ടെൻഷൻ, അല്ലെങ്കിൽ വേറെന്താ ലക്ഷ്മി? അവർക്ക് എന്തെങ്കിലും ഒരു നീഡ് ഉണ്ടെങ്കിൽ അത്. നീഡ് അല്ലെങ്കിൽ ഡ്രീം, അല്ലെങ്കിൽ അവരുടെ ഒരു ആഗ്രഹം. ഇത് ഏതെങ്കിലും നിങ്ങൾ ഒരെണ്ണം കണ്ടുപിടിക്കണം കസ്റ്റമറുടെ. ഓക്കെ, ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കാര്യം എന്തായി? ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഫാമിലി പിൻ മാസ്റ്റർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പൊ ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഫാക്ട് ഫൈൻഡിങ്ങിലൂടെ. ഫാക്ട് ഫൈൻഡിങ് ചെയ്യണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ ക്ലയന്റിന്റെ അടുത്ത് ഒരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. റിലേഷൻഷിപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങളെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ആത്മാർത്ഥമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഓടോ നോണയെന്നും പറയും. നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. ഫാമിലി പിൻ മാസ്റ്റർ ക്രിയേറ്റ് ചെയ്തു. ഫാമിലി പിൻ മാസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത് എത്ര പേർക്ക് അറിയാം? അറിയാം സർ. ലക്ഷ്മിക്ക് അറിയാം, നീൽസൺ അറിയോ? ഇല്ല സാർ, നോക്കിയിട്ടില്ല. അറിയില്ല. ഓക്കെ, രശ്മി അതിന്റെ ട്രെയിനിങ് നോക്കിയിരുന്നോ? അന്ന് സാറ് കുറച്ച് കാര്യങ്ങള് എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തന്നായിരുന്നു. അത് മാത്രമേ അറിയത്തുള്ളൂ, വേറെ ഒന്നും അറിയില്ല. അന്ന് മീറ്റിംഗിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം. ഓക്കെ, അപ്പൊ ഫാമിലി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പൊ ഈ ഫാമിലി ഇൻവെസ്റ്റ് ഇപ്പൊ ഓൾറെഡി ലക്ഷ്മിക്കും രേവതിക്കും അറിയാം, ഭവ്യക്കും പൂജയ്ക്കും അറിയോ? അറിയാം സർ. ഓക്കെ, ഫാമിലി ഇൻവെസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് പിന്നെന്താ ചെയ്യേണ്ടത്?
ഇവിടെ നമ്മുടെ ഫീസും കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ. നമ്മൾ ഫീ ബേസ്ഡ് ആണ് എന്നൊക്കെ പറയണം. ഞാനിപ്പോ തൽക്കാലം ചില സ്റ്റെപ്പൊക്കെ വിട്ടുപോവാണ്. കാരണം ഓൾറെഡി നമ്മുടെ നിലവിലുള്ള ക്ലയൻസ് ആയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ നിലവിലുള്ള ക്ലയൻസ് ഓൾറെഡി നമ്മുടെ ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് പേർക്കൊക്കെ നമ്മൾ ഫ്രീ ആയിട്ടൊക്കെ സർവീസ് കൊടുക്കുന്നുണ്ട്. എന്നാലും നമ്മൾ ഫീ ബേസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കസ്റ്റമറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, ഫാമിലി മാസ്റ്റർ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് എന്താ ചെയ്യാം ആൽബി? ക്ലയന്റ് ഡെസ്കിന്റെ ഡീറ്റെയിൽസ് ക്ലയന്റിന് ഷെയർ ചെയ്യും. എങ്ങനെയാണ് ചെയ്യേണ്ടത് ലക്ഷ്മി? പെട്ടെന്ന് പറഞ്ഞു, നമുക്ക് പെട്ടെന്ന് തീർക്കണം. ലക്ഷ്മി ഉണ്ടോ? സർ, ഫാമിലി നീഡ് മാസ്റ്റർ ഒക്കെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒരു കമ്മിറ്റ്മെന്റ് എമൗണ്ട്. ഓക്കെ, അതായത് ക്ലയന്റ് ഡെസ്ക് ഒന്നും നമ്മളിപ്പോ തന്നെ കസ്റ്റമർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ ക്ലയന്റ് ഓൺ ബോർഡ് ആയ ശേഷം, ക്ലയന്റ് നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്ത ശേഷം, അല്ലെങ്കിൽ ക്ലയന്റ് ഫീസ് തന്ന ശേഷം, അല്ലെങ്കിൽ SIP സ്റ്റാർട്ട് ചെയ്ത ശേഷം ക്ലയന്റ് ഡെസ്ക് ഒക്കെ കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾ ഈ ഫാമിലി നീഡ് മാസ്റ്റർ ക്ലയന്റ് ഡെസ്കിലൂടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് പോലും നമ്മൾ ഈ ഒരു സ്റ്റേജിൽ പറയേണ്ട കാര്യമില്ല. നമ്മൾ ഫാമിലി നീഡ് മാസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് കസ്റ്റമർക്ക് അയച്ചു കൊടുത്തേക്കാം. ഓക്കെ, ഇത് കഴിഞ്ഞ് ചെയ്യേണ്ടത്, ഇത് പുതിയ കസ്റ്റമർ ആണെങ്കിലും SIP ഉള്ള കസ്റ്റമർ ആണെങ്കിലും എന്ത് ചെയ്യണം? ഇത് നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഇത് ന്യൂ കസ്റ്റമറുടെ കേസ്. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് SIP എമൗണ്ട് കമ്മിറ്റ്മെന്റ് എടുക്കുക, എത്രയാണ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? വെൽത്ത് ഓപ്പൺ ചെയ്യാം. ഡോക്യുമെന്റ് ഒക്കെ കളക്ട് ചെയ്തിട്ട് വെൽത്ത് ഇല്ലാത്തവരാണെങ്കിൽ വെൽത്ത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് SIP ഇനീഷ്യേറ്റ് ചെയ്യാം. ഫീസ് ഒക്കെ കളക്ട് ചെയ്യാം. എന്നിട്ട് SIP സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത് നമ്മുടെ പുതിയ കസ്റ്റമർ. ഓക്കെ, ഇനി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമർ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടി വരും? SIP ഓതറൈസ് ചെയ്ത ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കസ്റ്റമറുടെ ക്ലയന്റ് ഡെസ്ക് ആക്ടിവേറ്റ് ചെയ്തിട്ട് കസ്റ്റമർക്ക് സാറിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ കിട്ടും. സാർക്ക് ഇതിൽ നിന്ന് ലോഗിൻ ചെയ്താൽ മതി, ഈ മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവരെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ഇതിന്റെ ഡെമോ കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ എക്സിസ്റ്റിംഗ് കസ്റ്റമർ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ട് ഇവര് ചേർന്നു. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ക്ലയന്റിനെ പരിചയം ഉണ്ടാവില്ല, നിങ്ങൾക്ക് പുതിയതായിട്ട് അസൈൻ ചെയ്തിട്ടുള്ളതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ എങ്ങനെയാണ് ഫാക്ട് ഫൈൻഡിങ് ചെയ്യാൻ പറ്റുക? രേവതി, ഇപ്പൊ നിങ്ങൾക്ക് ഒരു കസ്റ്റമറെ കിട്ടി, ഞാൻ SIP ചേർത്തിട്ടാണ്, അല്ലെങ്കിൽ ലക്ഷ്മി ചേർത്തിട്ടാണ്, അല്ലെങ്കിൽ ഇതിന് മുമ്പുള്ള ഒരാൾ ചേർത്തിട്ട് പോയതാണ്. ഇവരെങ്ങനെയാണ് അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പറ്റുക? അവരെയും വിളിച്ചിട്ട് നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാക്കേണ്ടി വരും. ഫസ്റ്റ് ടൈം വിളിക്കുകയാണെങ്കിൽ ആ കസ്റ്റമറുടെ അടുത്തും റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം. അതിനുശേഷം ബാക്കി ഡാറ്റ ഷീറ്റിൽ എന്തെങ്കിലും ഫില്ല് ചെയ്യാൻ പെൻഡിങ് ഉണ്ടെങ്കിൽ അതൊക്കെ കളക്ട് ചെയ്യുക. ആനുവൽ ഇൻകത്തിൽ എന്തെങ്കിലും ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ അപ്ഡേറ്റ് ചെയ്യുക. എന്നിട്ട് അവരുടെ വാലുവേഷൻ റിപ്പോർട്ടും നീഡ് മാസ്റ്ററും എടുത്തിട്ട് കസ്റ്റമർക്ക് സെൻഡ് ചെയ്യുക, വാട്സപ്പിൽ അയക്കുക. എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, സാറിന്റെ വാലുവേഷൻ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ ഇത്രയാണ്, ഇപ്പോ ഉള്ള വാല്യൂ ഇത്രയാണെന്നുള്ളത് കസ്റ്റമർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. നീഡ് മാസ്റ്ററും അയച്ചു കൊടുക്കുക. എന്നിട്ട് SIP അപ്ഗ്രേഡ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ വേറെ ഫണ്ടിൽ SIP സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുക.
ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. കസ്റ്റമറെ വിളിക്കുക, കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക, വാല്യൂഷൻ റിപ്പോർട്ട് നീഡ് മാസ്റ്റർ അയച്ചു കൊടുക്കുക, ഫാമിലി ഇൻവെസ്റ്റർ അയച്ചു കൊടുക്കുക. അയച്ച വാല്യുവേഷൻ റിപ്പോർട്ടും നീഡ് മാസ്റ്ററും കസ്റ്റമർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ അവർക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് നീഡ് മാസ്റ്റർ കണ്ട അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളത് അവര് പറയും. എന്നിട്ട് അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ, രേവതി ഇത് ആരോടെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിലവിലുള്ള ഈ ലിസ്റ്റിലുള്ള ഏതെങ്കിലും കസ്റ്റമർക്ക് രേവതി ചെയ്തിട്ടുണ്ടോ? ഞാൻ അയച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്ഗ്രേഡ് സാറ് പറഞ്ഞ കസ്റ്റമേഴ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. സാറ് തന്ന ഇപ്പൊ ചെയ്യുമെന്ന് പറഞ്ഞ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രശാന്ത് അബുജാക്ഷൻ അയച്ചു കൊടുത്തിരുന്നു. വാല്യുവേഷൻ റിപ്പോർട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ എത്ര കസ്റ്റമേഴ്സ് ഉണ്ട് രേവതിയുടെ ഈ ലിസ്റ്റില്? ഇതൊന്നും പ്രകാശ് ഭാസ്കരൻ എന്റെയാണ്. പുള്ളിക്ക് വല്ല വാല്യൂഷൻ അരവിന്ദ് മല്യ കൊടുത്തിട്ടുണ്ടോ? പ്രകാശ് ബി എനിക്ക് റീസെന്റ് ആയിട്ട് ഇപ്പൊ കസ്റ്റമർ ലിസ്റ്റിൽ വന്നാണ് ഞാൻ റിഡംഷനാ ചെയ്തേ. അരവിന്ദ് സദാനന്ദ് മല്യയുടെ ചെയ്തിട്ടുണ്ട്. അത് അയച്ചു കൊടുത്തിട്ടില്ല. അതാ, അപ്പൊ നിങ്ങക്ക് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ നിങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ള കുഴപ്പമുള്ളൂ. ഇതൊക്കെ ചെയ്താലേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിൽ ഞാൻ നിങ്ങൾ വിട്ടുപോയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കസ്റ്റമറെ വിളിക്കുന്നതിന് മുമ്പ് നിങ്ങൾ CRM ചെക്ക് ചെയ്യണം. ഓക്കെ, CRM എന്ന് പറഞ്ഞാൽ NJയിൽ ഇയാളുടെ ക്ലയന്റ് ഡെസ്ക് എടുത്ത് നോക്കാം. എന്തൊക്കെ ഡീറ്റെയിൽ അതിന് നമുക്ക് എടുക്കാൻ പറ്റും. ഇയാളുടെ SIP എത്രയുണ്ട്, ഇയാളുടെ എപ്പോഴാണ് SIP സ്റ്റാർട്ട് ചെയ്തത്, എത്ര വാല്യുവേഷൻ ഉള്ളതെന്നെല്ലാം നോക്കി നമ്മുടെ CRM നോക്കി കാണാൻ പറ്റും. പിന്നെ മൈ ഇൻഷുർ ബുക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല. കാരണം നിങ്ങൾ ഒന്നും പല ആൾക്കാരും പല കസ്റ്റമറുടെയും ഒരു ഡീറ്റെയിലും എൻട്രി ചെയ്തിട്ടില്ല. ഇതിനു മുമ്പ് നിങ്ങൾ കസ്റ്റമറെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും ഇതിൽ എൻട്രി ചെയ്തിട്ടില്ല. പക്ഷെ ഈ മൈ ഇൻഷുർ ബുക്കിലെ കമന്റ് എല്ലാവരും നിർബന്ധമായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. ഞാനത് കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. ഇനി അത് നിങ്ങൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം. അതിനുള്ള സൊല്യൂഷൻ നമുക്ക് വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കും. ഓക്കെ, ഇതെല്ലാവരും നിങ്ങൾ ക്ലയന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ? കമന്റില് ചെയ്യുന്നുണ്ട് സാർ. ഇന്നലത്തെ പെൻഡിങ് ഉണ്ട്. ഇന്നലെ മാപ്പിംഗ് കാര്യങ്ങൾ കുറച്ച് ചെയ്യാനുണ്ടായിരുന്നു. അത് കാരണം പൂജ അത് ചെയ്യായിരുന്നു. ഇന്നലത്തെ പെൻഡിങ് ഉണ്ട്. അതിന് മുമ്പത്തെ വരെ അപ്ഡേഷൻ ആണ്. അതെപ്പോ ചെയ്യും? ഇനി മൺഡേ ക്ലിയർ ചെയ്യാം. മൺഡേ ഫുൾ കംപ്ലീറ്റ് ചെയ്യാം സാർ. ഇന്നലത്തെ ഒറ്റ ദിവസത്തേ ഉള്ളൂ. അപ്പൊ ആൽബി അതുപോലെ ചെക്ക് ചെയ്യുന്നുണ്ടോ? ഇവരുടെ CRM അപ്ഡേഷൻ നടക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും ചെക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ ഞാൻ ക്ലയൻസ് ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ട് സംസാരിക്കുന്നത് ആൽബിയനെ അപ്ഡേറ്റ് ചെയ്തേക്ക്. അപ്പോ ഞാൻ വിളിച്ച ശേഷം വേറെ ആരെങ്കിലും ലക്ഷ്മിയോ അല്ലെങ്കിൽ രേവതിയോ കസ്റ്റമറെ വിളിക്കുമ്പോൾ നിങ്ങൾ നോക്കിയേക്കാം ഞാൻ എന്താ പറഞ്ഞിട്ടുള്ള കസ്റ്റമർ എന്താ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള CRM നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോ ആദ്യം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യാം. ഓക്കെ, ഇനി രണ്ടാമത് കസ്റ്റമറെ വിളിക്കുന്നതിന് മുമ്പ് വേറെ എന്താണ് ചെയ്യാൻ പറ്റുക? നിങ്ങൾ ഇത് നോക്കി, ഇതിലൊന്നുമില്ല അല്ലെങ്കിൽ കുറച്ച് ഡീറ്റെയിൽസ് കിട്ടി, പിന്നെന്താ ചെയ്യാൻ പറ്റുക? കസ്റ്റമറെ വിളിക്കുന്നതിന് മുമ്പ് ലക്ഷ്മി, രേവതി, ഇത് നേരത്തെ ആരാ ഡീൽ ചെയ്തെന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാനായിരിക്കും ഡീൽ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ആൽബി ഡീൽ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ലക്ഷ്മി ഡീൽ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ രേവതി ഡീൽ ചെയ്തിട്ടുണ്ടാവും. ഇത് ചിലപ്പോൾ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാവും. മനസ്സിലായി? അപ്പൊ എന്ത് ചെയ്യാം? ഇതിന് മുന്നേ ഡീൽ ചെയ്തിട്ടുള്ള ആരോട് ഈ ക്ലയന്റിനെ പറ്റിയിട്ടുള്ള ഫീഡ്ബാക്ക് എടുത്തേക്കാം. മനസ്സിലായി? ക്ലയന്റ് എങ്ങനെയാണ്, ക്ലയന്റിന്റെ റെസ്പോൺസ് എങ്ങനെയാണ്, ക്ലയന്റ് കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോൾ എന്താ പറഞ്ഞെന്നുള്ളത് നേരത്തെ ഉള്ള ആളോട് ചോദിച്ചേക്കാം. മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞത്? ഇത് ചെയ്യാറുണ്ടോ? എല്ലാം അറിയാം, അതാണ് എന്റെ പ്രശ്നം. ഞാൻ ഫസ്റ്റ് ടൈം കോണ്ടാക്ട് ചെയ്യുന്ന ക്ലയന്റ് ഞാൻ ചോദിക്കാറുണ്ട് ആളെങ്ങനെയുണ്ട്. ഇൻഷുറൻസ് കേസിലൊക്കെ ആണെങ്കിൽ ഈ ഡെന്നി ചേട്ടൻ ചേർപ്പിച്ച ചില കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പൊ അവരെങ്ങനെയാണ് എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ഡെന്നി ചേട്ടനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. ജോജി ചെറിയാനൊക്കെ വിളിക്കുന്നതിന് മുമ്പായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. എത്ര നാൾ മുമ്പ്? ഈ മാസമാണ് അവരെയൊക്കെ വിളിച്ചത്.
എന്റെ അടുത്ത് ഇതുവരെ ചോദിച്ചിട്ടില്ല ആടാ. ഞാൻ ഡീൽ ചെയ്യുന്ന ഒരുപാട് സാറ് കസ്റ്റമേഴ്സ്. പറഞ്ഞു തന്നിട്ടുണ്ട്, സാറ് എന്റെ പേപ്പറിൽ എഴുതി തന്നിട്ടുണ്ട് അവരുടെ അതാണ് details. നിങ്ങളോട് ചോദിക്കാനാ പറഞ്ഞത്. ഞാൻ വന്ന് നിങ്ങൾ ചോദിക്കാത്തോണ്ടാണ് ഞാൻ അങ്ങോട്ട് വന്ന് പറഞ്ഞു തരേണ്ടി വരുന്നത്. ആ മനസ്സിലായി? ഓക്കെ, കസ്റ്റമർ പരമാവധി ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് വേണം കസ്റ്റമറെ വിളിക്കാനായിട്ട്. എന്നിട്ട് ഇത് എന്ത് ഡീറ്റെയിൽസാ കളക്ട് ചെയ്യുന്നത്? അയാളുടെ നിലവിലുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്നാണ് അറിയേണ്ടത്. എന്തൊക്കെയാണ് ചേഞ്ചസ് വരാൻ സാധ്യതയുള്ളത്? ജോബ്, ജോലി മാറും, വരുമാനം മാറും, ചിലപ്പോൾ ചെലവ് കൂടിയിട്ടുണ്ടാവും, ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും. ചില കേസുകളിൽ ഭാര്യ വരെ മാറിയിട്ടുണ്ടാവും. മനസ്സിലായോ? ഇങ്ങനെ വരെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങളത് ചോദിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാത്തത്. ഞാൻ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാനിത് ക്ലിയർ ആയിട്ട് പറയുന്നത്. മനസ്സിലായി? എന്നിട്ട് അയാളുടെ നിലവിലുള്ള വാല്യുവേഷൻ റിപ്പോർട്ട് അയച്ചു കൊടുക്കുക. അതുകൂടാണ്ട് SIP വാല്യുവേഷൻ റിപ്പോർട്ട് ഉണ്ട്, അത് കണ്ടിട്ടുണ്ടോ? SIP വാല്യുവേഷൻ റിപ്പോർട്ട് കണ്ടിട്ടുണ്ടോ രേവതി, ലക്ഷ്മി? ഉണ്ട് സർ. അത് ആർക്കെങ്കിലും അയച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല, വാല്യുവേഷൻ റിപ്പോർട്ട് ഞാൻ നോർമലി എല്ലാവർക്കും സെൻഡ് ചെയ്യാറുണ്ട്. ഓക്കെ, വാല്യുവേഷൻ റിപ്പോർട്ടിൽ ഒരു കുഴപ്പമുണ്ട്. അതെന്താണെന്ന് അറിയാമോ? ഈ മാസത്തിലൊക്കെ ഫണ്ട് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിൽ വ്യത്യാസം കാണിക്കും. മനസ്സിലായില്ല? എന്നുവെച്ചാൽ ഒരാള് 1 ലക്ഷം രൂപ ഇട്ടു, അത് 1.5 ലക്ഷം രൂപയായി. നമ്മൾ മാസത്തിൽ സ്വിച്ച് ചെയ്ത് കഴിയുമ്പോൾ അയാള് ഇട്ട പൈസ 1.5 ലക്ഷം രൂപയായിട്ടാണ് വാല്യുവേഷൻ റിപ്പോർട്ടിൽ കാണിക്കുക. അതിനിപ്പോ പോർട്ട്ഫോളിയോ റിവ്യൂ യൂട്ടിലിറ്റിയോ അത് ഇതൊക്കെ എടുക്കുമ്പോ കറക്റ്റ് ആയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയും ടൂളുകൾ ഉണ്ട്. അതായത് ഒരാള് സ്വിച്ചിങ്ങോ മാസോ അസറ്റ് റീഅലോക്കേഷനോ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വാല്യുവേഷൻ റിപ്പോർട്ട് പക്കയായിരിക്കും. പക്ഷെ അയാൾ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ഒരു ഫണ്ടിൽ നിന്ന് വേറെ ഫണ്ടിലേക്ക് മാറ്റി, അല്ലെങ്കിൽ പ്രോഫിറ്റ് വന്നപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു, അതൊക്കെ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇപ്പോ അരവിന്ദ് മല്ലയ്യ എത്ര രൂപ ഇട്ടിട്ടുണ്ടെന്ന് അറിയോ രേവതി? കറക്റ്റ് ഫിഗർ അറിയില്ല. 6 lakh എബോവ് ഉണ്ട് സർ. 6 lakh എബോവ് ഉണ്ട്. പുള്ളി ഇട്ടത് 5,72,000 രൂപയാണ്. ഓക്കെ, പുള്ളി 5,72,000 ഇട്ടപ്പോ പുള്ളിക്ക് അതിൽ 1 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടായി. അപ്പൊ പുള്ളി എന്ത് ചെയ്തു? ആ 1 ലക്ഷം രൂപ വിഡ്രോ ചെയ്തിട്ട് വീണ്ടും ഇങ്ങോട്ട് ഇട്ടു. അപ്പോ വാല്യുവേഷൻ റിപ്പോർട്ടിൽ എന്ത് കാണിക്കും? പുള്ളി 6,72 ഇട്ടതായിട്ട് കാണിക്കും. പക്ഷെ പുള്ളി 1 ലക്ഷം രൂപ എടുത്തില്ലേ? ആ 1 ലക്ഷം രൂപ എവിടെ നിന്ന് വന്നതാ? ഇതിന്ന് പ്രോഫിറ്റ് കിട്ടിയതാണ്. അപ്പൊ അത് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ഏത് റിപ്പോർട്ട് എടുക്കേണ്ടത്? പോർട്ട്ഫോളിയോ റിവ്യൂ റിപ്പോർട്ടോ അല്ലെങ്കിൽ പെർഫോമൻസ് റിപ്പോർട്ടോ എടുക്കണം. ഓക്കെ, ഞാൻ ഈ പോർട്ട്ഫോളിയോ റിവ്യൂ റിപ്പോർട്ട് ഒക്കെ പിന്നീട് ഒരു ദിവസം കാണിച്ചു തരാം. ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. അല്ലെങ്കിൽ ലക്ഷ്മി ഒന്ന് ഒരു ദിവസം ട്രെയിനിങ് എടുക്കും. അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ റിവ്യൂ റിപ്പോർട്ട് എങ്ങനെ എടുക്കണം എന്നുള്ളതൊക്കെ ഓൾറെഡി ഗുരുകുലില് അതിന്റെ വീഡിയോസ് ഉണ്ട്. ഓക്കെ, റെക്കോർഡഡ് വീഡിയോസ് ഉണ്ട്. ഞാൻ ഈ പെർഫോമൻസ് റിപ്പോർട്ട് എങ്ങനെ എടുക്കണം എന്നുള്ളത് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ ഞാനിപ്പോ കുറച്ച് നേരത്തെ പെർഫോമൻസ്, അതായത് പെർഫോമൻസ് റിപ്പോർട്ട് എന്താ വെച്ചാൽ അയാൾക്ക് എത്ര പെർസെന്റേജ് റിട്ടേൺസ് കിട്ടി, എത്ര പ്രോഫിറ്റ് കിട്ടി എന്നുള്ളത് അറിയാൻ പറ്റും. പെർഫോമൻസ് റിപ്പോർട്ട്, ഇതിപ്പോ പെർഫോമൻസ് റിപ്പോർട്ടിന്റെ കാര്യമാണ് പറയുന്നത്. ഇവിടെ ക്ലയന്റ് ഡെസ്ക് ചെന്ന് കഴിഞ്ഞാൽ പെർഫോമൻസ് റിപ്പോർട്ട് എടുക്കാൻ പറ്റും. പോർട്ട്ഫോളിയോ റിവ്യൂ റിപ്പോർട്ട് എടുക്കുന്നത് എവിടുന്നാണ് അൽവി? അൽബിയുണ്ടോ? ക്ലയന്റ് സർവീസിലെ പോർട്ട്ഫോളിയോ, ക്ലയന്റ് സർവീസിൽ അതെ, പാർട്ട്നർ ഡെസ്ക് എന്നാണ് പോർട്ട്ഫോളിയോ റിവ്യൂ റിപ്പോർട്ട് എടുക്കുന്നത്. പക്ഷെ പെർഫോമൻസ് റിപ്പോർട്ട് എടുക്കുന്നത് പാർട്ട്നർ ഡെസ്കിൽ ക്ലയന്റ് സർവീസസിനകത്ത് പോർട്ട്ഫോളിയോ റിവ്യൂ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട്. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്ലയന്റിന്റെ ഇപ്പോ ഇതിപ്പോ ഓൾറെഡി നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണിക്കും. ഓക്കെ, ഇതെങ്ങനെ റിപ്പോർട്ട് ഇവിടെ കാണും.
അപ്പൊ ഇതൊക്കെ ജനറേറ്റ് ചെയ്യാൻ നമുക്ക് ഒരു 5 മിനിറ്റ് സമയം മതി, അല്ലെങ്കിൽ 3 മിനിറ്റ് സമയം മതി. പക്ഷെ നമ്മൾ ഇത്രയും വലിയൊരു റിപ്പോർട്ട് കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ അപ്പോഴാണ് ക്ലയന്റിന് നമ്മളോട് ഒരു ഇമ്പാക്ട് ഉണ്ടാവുക. ഓക്കെ, നമ്മൾ ഇയാൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മൾ ഇയാളുടെ റിപ്പോർട്ട് നോക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളിത് വെറുതെ ചാടിക്കറി റിപ്പോർട്ട് അയച്ചു കൊടുക്കരുത്. ഇത് എന്താണ് ഏതാണെന്നൊക്കെ ഒന്ന് നോക്കി മനസ്സിലായിട്ട്, കാരണം നിങ്ങളിത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ക്ലയന്റ് എന്തെങ്കിലും ഡൗട്ട് വിളിച്ചു വരും. അപ്പൊ നിങ്ങൾക്ക് അതേ ഡൗട്ട് ഉള്ളത് ക്ലിയർ ചെയ്തിട്ട് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാം. ഇതിപ്പോ ഈ കസ്റ്റമർ ഇൻവെസ്റ്റ് ചെയ്തത് ഏകദേശം 37 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ഇയാളുടെ 51 ലക്ഷം രൂപയുടെ വാല്യൂ, 14 ലക്ഷം രൂപ ഇയാളുടെ പ്രോഫിറ്റ് ആണ്. 14 ലക്ഷം രൂപ പ്രോഫിറ്റ്. ഇത് നമ്മൾ ക്ലയന്റിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ ക്ലയന്റിന് അറിയാം. ക്ലയന്റിന്റെ എന്താണെന്ന് അറിയോ, അയാള് പൈസ ഇട്ടതൊക്കെ പോയി, അതുകൊണ്ടാണ് നമ്മൾ വിളിക്കാത്തത്, ഞാൻ ഇട്ടതൊക്കെ കുറഞ്ഞു പോയി, ഭയങ്കര പ്രശ്നങ്ങളാണെന്ന് വിചാരിച്ചിട്ടാണ് ക്ലയന്റ് ഇരിക്കുന്നത്. പക്ഷെ ക്ലയന്റിന് 14 ലക്ഷം രൂപ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ക്ലയന്റിന് അറിയില്ല. നമ്മൾ വിളിച്ച് പറഞ്ഞാലേ ക്ലയന്റിന് അറിയുള്ളൂ. മനസ്സിലായേ? ഇതിന്റെ ലാസ്റ്റ് ഇവിടെ ഒരു ഫാമിലി നീഡ് പ്രോഗ്രസ് റിപ്പോർട്ടും കാണിക്കാറുണ്ട്, അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇതിലിപ്പോ ഫാമിലി നീഡ് പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കാം. അതെവിടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇയാൾ എപ്പോഴാണ് മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്തത്. ഈ മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്തത് ഈ ഫസ്റ്റ് പേജിൽ തന്നെ കാണിക്കും. ഇയാള് ഏത് വർഷം SIP സ്റ്റാർട്ട് ചെയ്തു. ഇയാൾ 2014 ഓഗസ്റ്റിലാണ് SIP ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നീട് അതിന്റെ ഓരോ വർഷത്തെയും ഇവിടെ കാണിക്കും ഏതൊക്കെ SIP ചെയ്തു. നിങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. നിങ്ങൾ ഏതെങ്കിലും ക്ലയൻസിന് വേണ്ടി ഇത് ജനറേറ്റ് ചെയ്ത് നോക്കിയാലാണ് നിങ്ങൾക്ക് ഇത് അറിയുള്ളൂ. 2017-18 19,000 SIP ഉണ്ടായിരുന്നു. പിന്നെ ആ വർഷം പുതിയതായിട്ട് SIP 24,000 കൂടെ ആഡ് ചെയ്തു. അത് 43,000 2,000 SIP ക്യാൻസൽ ചെയ്തു. അപ്പോൾ നെറ്റ് 41,000 ഉണ്ടായിരുന്നു SIP. പിന്നെ അതിൽ 5,000 രൂപ ആഡ് ചെയ്തു. അതിന്റെ അടുത്ത വർഷം ആയപ്പോൾ 46,000 ആയി. പിന്നെ അയാള് കഴിഞ്ഞ വർഷം 20,000 SIP ഇത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഇപ്പൊ ഉള്ള ലൈവ് SIP എത്ര ഉള്ളൂ? 26,000 രൂപയുള്ളൂ. അപ്പോ ഇത് നിങ്ങൾ ക്ലയന്റിന്റെ അടുത്ത് പ്രസന്റ് ചെയ്യുമ്പോൾ ഇത് ഓരോ അസറ്റിലും, അതായത് ഇയാൾക്ക് ഇക്വിറ്റിയിൽ എത്ര പ്രോഫിറ്റ് കിട്ടി ഇവിടെയുണ്ട്, ഇയാളുടെ ഡെറ്റിൽ എത്ര പ്രോഫിറ്റ് കിട്ടി അതിവിടെ ഉണ്ട്. അങ്ങനെ എല്ലാം കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാസിൽ എത്ര പ്രോഫിറ്റ് കിട്ടി അതിവിടെ ഉണ്ട്. ഫാമിലി നീഡ് മാസ്റ്ററിന്റെ കാര്യം ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാമിലി നീഡ് മാസ്റ്ററും പ്രോഗ്രസ് റിപ്പോർട്ടും കൂടെ എല്ലാം ചേർന്നിട്ടുള്ളതാണ് ഈ പോർട്ട്ഫോളിയോ റിവ്യൂ യൂട്ടിലിറ്റി. ഓക്കെ, ഇതൊന്ന് കൊടുത്താൽ തന്നെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഒരാൾക്ക് അയാളുടെ ഇത് മാത്രം മനസ്സിലായാൽ മതി എന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് മാത്രം അയച്ചു കൊടുത്താൽ മതി. ഇത് നമുക്ക് ക്ലയന്റ് ഡെസ്കിന്റെ ഹോം പേജിൽ നിന്ന് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും. മനസ്സിലായി? ഇയാൾക്ക് വേണ്ടത് 1 കോടി രൂപയാണ് റിട്ടയർമെന്റിൽ. അതിലിപ്പോ 5,000 രൂപയാണ് ഇപ്പൊ SIP ചെയ്യുന്നത്. അതില് ലാസ്റ്റ് മോഡിഫൈ ചെയ്ത് 2021 ഇത് ഫാമിലി നീഡ് മാസ്റ്റർ. ഇത് അതിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടാണ്. അതിന് എത്ര രൂപ ചെയ്തു, ഇനി എത്ര രൂപ ഷോർട്ട് ഫോൾ ഉണ്ട്. നിങ്ങൾ ഇതൊന്നും യൂസ് ചെയ്യാണ്ട് നല്ല ബിസിനസ് ഒന്നും കിട്ടില്ല. നിങ്ങൾക്ക് വല്ല 500 രൂപയുടെ 1000 രൂപയുടെ അല്ലെങ്കിൽ 2000 രൂപയുടെ പുറകിൽ നടന്ന കയ്യും കാലും പിടിച്ചിട്ട് കിട്ടാനായിട്ട് ഇതൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നമുക്ക് നല്ലൊരു ക്വാളിറ്റി ബിസിനസ് കിട്ടണം. 25,000 SIP കിട്ടണം, അല്ലെങ്കിൽ 50,000 SIP കിട്ടണം, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ നിങ്ങളുടെ ടാർഗറ്റ് ഒറ്റ കസ്റ്റമറിൽ നിന്ന് അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ടൂളുകൾ യൂസ് ചെയ്യണം. ഇപ്പൊ ഞാൻ ഈ ടൂൾ യൂസ് ചെയ്തിട്ട് ഇപ്പോ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു നമ്മുടെ ഈ സ്ക്രീനിൽ ഇതിൽ ടോപ്പിൽ കിടക്കുന്ന പ്രദീപ് നായർ. ഇയാൾ എങ്ങനെ 1 ലക്ഷം രൂപ SIP എത്തിയത്? അയാളുടെ ഫാമിലി നീഡ് മാസ്റ്റർ കണ്ടിട്ടാണ്. ഇപ്പൊ സജീവ് കനിശ്ശേരി മാസം 1,20,000 അടയ്ക്കുന്നുണ്ട്. ഇയാൾ എന്തുകൊണ്ടാണ് അടയ്ക്കുന്നത്? അയാളുടെ ഫാമിലി നീഡ് മാസ്റ്റർ കണ്ടിട്ടുകൊണ്ടാണ്. ഇപ്പൊ ഇവര് എന്തുകൊണ്ടാണ് SIP അപ്ഗ്രേഡ് ചെയ്യാത്തത്? ഇപ്പൊ ദീപക് ചൂളക്കൽ ഇയാൾ SIP സ്റ്റാർട്ട് ചെയ്തിട്ട് ഫണ്ട് വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2018 ചെയ്താണ്. ഓക്കെ, ഇപ്പൊ ഏകദേശം 3 വർഷമായി. 3 വർഷത്തിനിടയ്ക്ക് SIP അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് SIP അപ്ഗ്രേഡ് ചെയ്യാത്തത്? അറിയോ ആരെങ്കിലും? ലക്ഷ്മി ഉണ്ടോ? അല്ലെങ്കിൽ ദീപക് ചോളക്കൽ ആരുടെ കസ്റ്റമറാണ്? ഈ സുബലക്ഷ്മി ആരുടെ കസ്റ്റമറാണ്? ആൽബിടയാണോ? അല്ല സാർ, എന്റെയാ. സുബലക്ഷ്മി വിളിക്കാറുണ്ടോ?
സുബലക്ഷ്മി മാഡത്തിനെ വിളിച്ചാൽ കിട്ടാറില്ല. ഞാൻ വാലുവേഷൻ റിപ്പോർട്ടൊക്കെ എടുത്ത് വാട്സപ്പ് നമ്പർ അല്ല, ആ നമ്പർ വാട്സപ്പ് നമ്പർ അല്ല, ആ നമ്പർ വിളിച്ചിട്ട് കിട്ടാറില്ല. അല്ല, അപ്പൊ എന്നോട് ചോദിച്ചിരുന്നോ ഏത് നമ്പറിൽ വിളിച്ചാൽ കിട്ടും ഇവിടെ? ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അല്ല, അപ്പൊ എങ്ങനെ കോൺടാക്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. ഒരു പ്രാവശ്യം പറഞ്ഞു കിട്ടിയില്ലെങ്കിൽ, കാരണം പുള്ളിക്കാരത്തി ഇപ്പൊ 7,500 SIP അടയ്ക്കുന്നുണ്ട്. ഓക്കെ, പുള്ളിക്കാരത്തിന്റെ ഫണ്ട് 6,13,000 ആയിട്ടുണ്ട്. ഓക്കെ, ഇത് പുള്ളിക്കാരൻ ഡയറക്ട്ലി കുറച്ച് കിടപ്പുണ്ട്. ഡയറക്ഷൻ കിടപ്പുണ്ട്. പുള്ളിക്കാരത്തിക്കൊന്നും ഒരു ചെലവുമില്ല. 19,000 ശമ്പളം ഉണ്ട്, വെറുതെ ബാങ്കിൽ കിടക്കാണ്. മനസ്സിലായോ? 7,500 സ്ഥാനത്ത് പുള്ളിക്കാരത്തിക്ക് 25,000 SIP ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ അത് എന്താണ്, ഇവരുടെ പ്രോഫിറ്റ് ആണ് 2,31,000 രൂപ. കണ്ടോ ഇത്ര പ്രോഫിറ്റ്? 2,31,000 പ്രോഫിറ്റ് ആണ്. വെറും 7,500 SIP ചെയ്തിട്ട് അതില് 2,35,000 പ്രോഫിറ്റ് ആണ്. ലാസ്റ്റ് SIP ചെയ്തത് 7,21. ഇത് ഇവരായിട്ട് ചെയ്തതല്ലെന്ന് തോന്നുന്നു. ഇവരെന്തോ നമ്മള് ഈ ഓട്ടോമാറ്റിക് ആയിട്ട് SIP ടോപ്പപ്പ് കൊടുത്തിട്ടുള്ളതെന്ന് വന്നതാവാനാണ് കൂടുതൽ സാധ്യത. ഓക്കെ, നിങ്ങൾക്ക് ക്ലയന്റിനായിട്ട് റെഗുലർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അവരുടെ ഇതിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് രാമഹേഷ് കല്യാണം കഴിഞ്ഞു, വൈഫിന്റെ അക്കൗണ്ട് നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, വൈഫിനെ ഞാൻ ചേർത്ത എന്ന് പറഞ്ഞപ്പോ പുള്ളി തന്നെ IT ഫീൽഡ് ആയതുകൊണ്ട് വൈഫ് സെറ്റ് ആവോ, ഇനി വൈഫ് വിട്ടുപോകുമോ എന്നുള്ള പേടിയിലൊക്കെ ഇങ്ങനെ നിൽക്കാൻ തോന്നുന്നു. ഇപ്പൊ വേണ്ട എന്നൊക്കെ പറഞ്ഞ് നിൽക്കായിരുന്നു. ഇപ്പൊ ഏകദേശം കല്യാണം കഴിഞ്ഞ് 2 വർഷത്തോളം ആയിട്ടുണ്ട്. മനസ്സിലായോ? ഇപ്പൊ കുറച്ച് വിശ്വാസക്കുറവൊക്കെ ചിലപ്പോൾ മാറാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കസ്റ്റമറായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ, ഇതിപ്പോ മധുവെ ഇവരുടെ വൈഫിന്റെ പേരിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, പുള്ളിക്ക് പുതിയൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. ലക്ഷ്മി കേൾക്കുന്നുണ്ടോ? ഉണ്ട് സർ. നമ്മള് ഫാമിലി പോളിസിയിൽ കുട്ടി ആഡ് ചെയ്താൽ മാത്രം പോരാ, കുട്ടിയുടെ പേരിൽ മിനിമം 2,000, 3,000, 5,000 എങ്കിലും സേവ് ചെയ്യാനും പറയണം. ഓക്കെ, അപ്പോ ഇതിപ്പോ പ്രജ്വൽ ശ്രീവത്സ SIP തുടങ്ങിയിട്ട് ഇപ്പൊ 3 മാസമായിട്ടുള്ളൂ, 4 മാസമായിട്ടുള്ളൂ. ഇപ്പൊ തന്നെ അടുത്ത SIP കൂട്ടണമെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അങ്ങനെയൊന്നും ഡൗട്ടിന്റെ ഒന്നും ആവശ്യമില്ല. തുടങ്ങി 3 മാസം 6 മാസം കഴിയുമ്പോൾ തന്നെ ആൾക്കാർ അതിനടുത്ത് അപ്ഗ്രേഡ് ചെയ്യും. കാരണം ആദ്യത്തെ 3 മാസം 4 മാസം അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെ നോക്കിയിട്ടാണ് അവർ അപ്ഗ്രേഡ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ഒരു കേസ്, ഇപ്പൊ എനിക്ക് 2 അനുഭവം ഇന്നലെ ഉണ്ടായത് ഞാൻ ഒന്നുകൂടെ പറയാം. അപ്പോ ഇതിൽ ഇത്രയൊക്കെ ചെയ്താൽ മതിയോ? ഈ ടൂൾസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, ഫാമിലി ഡീഡ് മാസ്റ്ററിൽ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ പുതിയ വല്ല നീഡ്സ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഓക്കെ, അവരുടെ ഇപ്പൊ ഞാൻ സജീവ് കനശ്ശേരിക്ക് ആദ്യം ഫാമിലി ഡീഡ് മാസ്റ്റർ ക്രിയേറ്റ് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് 60 വയസ്സാകുമ്പോൾ 1 കോടി രൂപ വേണമെന്ന് പറഞ്ഞു. പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, 2 വർഷം കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് 1 കോടി കൊണ്ടൊന്നും ഒന്നും ആവില്ല, കാരണം 1 കോടി രൂപയിൽ മാസം 50,000 രൂപ പെൻഷൻ കിട്ടിയാലൊന്നും ജീവിക്കാൻ പറ്റും തോന്നുന്നില്ല, അതുകൊണ്ട് എനിക്ക് 2 കോടി രൂപ വേണമെന്ന് പറഞ്ഞു. കാരണം 2 കോടി രൂപയെങ്കിലും ഉണ്ടെങ്കിൽ മാസം 1 ലക്ഷം രൂപ പെൻഷൻ കിട്ടുള്ളൂ. അതിങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് ഫാമിലി മാസ്റ്ററിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ 2 അനുഭവങ്ങളൂടെ പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് നിർത്താം. 4 മണിക്ക് ഓഫീസിൽ കേക്ക് കട്ടിങ് ഉണ്ടാവും കേട്ടോ. സൈത്ത് വാങ്ങിക്കാൻ പോയോ കേക്ക്? ഇപ്പൊ ഇറങ്ങി. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നിലവിലുള്ള കസ്റ്റമർക്ക് ചെയ്യേണ്ടത്, അല്ലെ? ഇനി SIP സ്റ്റോപ്പ് ചെയ്ത കസ്റ്റമർക്ക് എന്ത് ചെയ്യണം? അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നമ്മൾ വിളിച്ച് തിരക്കണം.
മനസ്സിലായി? SIP സ്റ്റോപ്പ് ചെയ്ത് ചിലപ്പോൾ ആ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് കോവിഡ് വന്നപ്പോൾ ജോലി പോയതുകൊണ്ട് അവർ SIP സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ അവർക്ക് അതിനെക്കാട്ടും നല്ല ജോലി കിട്ടി, അല്ലെങ്കിൽ നല്ലൊരു ശമ്പളത്തിലുള്ള തൽക്കാലം ഇപ്പോൾ സെറ്റായി. അപ്പൊ എന്ത് ചെയ്യും അവര്? ഒരു SIP സ്റ്റാർട്ട് ചെയ്യാൻ റെഡിയാവും. മനസ്സിലായി? SIP ഓൾറെഡി സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളവർ വീണ്ടും അവരുടെ സിറ്റുവേഷൻസ് മെച്ചപ്പെട്ടെങ്കിൽ അവർ വീണ്ടും SIP സ്റ്റാർട്ട് ചെയ്യാൻ റെഡിയാവും. അതൊന്ന്. പിന്നെയും ഈ പറഞ്ഞ 3 സിറ്റുവേഷനിലെ ക്ലയൻസും അവരെന്തെങ്കിലും പ്രശ്നങ്ങൾ പറയുകയാണ്, അവർ SIP സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആവുന്നില്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? ആൽബി, ആൽബി ഉണ്ടോ? സർ ഉണ്ട്. എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ കഴിഞ്ഞ ദിവസം സാർ പറഞ്ഞ പോലെ വേറെ ആരുടെയെങ്കിലും റെഫറൻസ് അല്ലെങ്കിൽ ടെസ്റ്റിമോണിയൽ പോലെ പറഞ്ഞു. അതായത് നമ്മുടെ ഇപ്പൊ ഞാൻ നേരത്തെ ഇത് കാണിച്ചു തന്നില്ലേ, ഈ ലീഡ്സിൽ കാണിച്ചു തന്നില്ലേ, ഇതില് ഇപ്പൊ ഒരുപാട് പേര് SIP ചെയ്യുന്നുണ്ട്. SIP ഇത്ര പ്രോഫിറ്റ് കിട്ടിയ കസ്റ്റമേഴ്സ് ഉണ്ട്. 1 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടിയവരുണ്ട്, 2,85,000 പ്രോഫിറ്റ് കിട്ടിയവരുണ്ട്, 8,55,000 പ്രോഫിറ്റ് കിട്ടിയവരുണ്ട്. ഈ പ്രോഫിറ്റ് കിട്ടിയവരുടെ ഡീറ്റെയിൽസ് അവരുടെ പേരൊന്നും ഇല്ലാണ്ട് പേരൊക്കെ ഒന്ന് ഇത് ചെയ്തിട്ട് എന്താ പറയാ ഡിലീറ്റ് ചെയ്തിട്ട് ഇവർക്ക് ഷെയർ ചെയ്യാം. സാർ നമ്മുടെ ക്ലയൻസ് ഇത്രയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത്രയൊക്കെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. സാർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാർക്കും പ്രോഫിറ്റ് കിട്ടും. വത്സല റെയിൻഹാർട്ട് 12,51,000 രൂപ പ്രോഫിറ്റ്. ഇവര് ഒരുപാട് ഫണ്ട് വിഡ്രോയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോ നിങ്ങൾക്ക് എല്ലാത്തിനും കേസ് സ്റ്റഡി ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇൻഷുറൻസ് ഇതിലിപ്പോ ഞാൻ പറയാത്ത വേറൊരു കേസ് ഉണ്ട്. ഇപ്പോ ഒരാൾ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുകയാണ്, ഹെൽത്ത് പോളിസി അടയ്ക്കുകയാണ്, ലൈഫ് ഇൻഷുറൻസ് അടയ്ക്കുകയാണ്, LIC അടയ്ക്കുകയാണ്. ഇതെല്ലാം ചിലപ്പോൾ ആനുവൽ പ്രീമിയം ആണെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും? അത് നമുക്ക് മന്ത്ലി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് അവർക്ക് ഒരു SIP കൊടുക്കാൻ പറ്റും. മനസ്സിലായി? SIP ഫോർ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസോ അല്ലെങ്കിൽ പല ആൾക്കാരും ഇൻഷുറൻസ് ഒക്കെ മുടക്കി കളയുന്നത് എന്തുകൊണ്ടാണ്? ഒരുമിച്ച് എടുക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അത് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസും പോവും, കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രത്യേകിച്ച് സാലറിഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് നമ്മൾ SIP കൊടുക്കാം. അവരുടെ ഇൻഷുറൻസ് 20,000 രൂപയ്ക്കാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1,500 രൂപയുടെ മാസം SIP അടയ്ക്കാൻ പറയാം. അതേപോലെ ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് പോളിസി ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരുമിച്ച് 25,000 അടയ്ക്കാൻ പറ്റില്ലെങ്കിൽ സാർക്ക് ഇപ്പൊ എത്ര അടയ്ക്കാൻ പറ്റുമെന്ന് ചോദിക്കുക, എന്നിട്ട് SIP സ്റ്റാർട്ട് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ എന്തായാലും ഒരു 3 മാസം 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. അത്രയും സമയം കൊണ്ട് അത്രയും പൈസയെങ്കിലും സേവ് ആവും. ഇതിൽ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഞാൻ ഈ പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ പ്രോസസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മുടെ ഇവിടെ നിലവിലുള്ള കസ്റ്റമറിൽ ഒരുപാട് പേര് ഇതില് എനിക്ക് തോന്നുന്നു മിക്കവാറും ആൾക്കാർക്ക് ഇപ്പൊ ഈ ടിമ്മി സെബാസ്റ്റ്യനൊക്കെ ഓൾറെഡി ഈ വെൽത്ത് അക്കൗണ്ടിലാണ് ബാങ്ക് മാൻഡേറ്റ് ലിങ്ക് ചെയ്തിട്ടുള്ള. പക്ഷെ ഒരു രൂപ പോലും SIP ഇല്ല. നമുക്ക് 2,000 രൂപയെങ്കിലും SIP ക്ലോസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 1,000 രൂപയെങ്കിലും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 500 രൂപയെങ്കിലും ചെയ്യാൻ പറ്റും. കാരണം അത് എന്തെങ്കിലും ചെയ്താലാണ് നാളെ ഇവർക്ക് ഇതുപോലത്തെ ഒരു ബെനിഫിറ്റ് കാണാൻ പറ്റുള്ളൂ. മനസ്സിലായി? ഇതൊക്കെ SIP ഇല്ലാത്ത കസ്റ്റമറാണ്. വിനോദ് കമ്മത്ത് SIP ഇല്ല, ഈ വെൽത്ത് ഇല്ല തോന്നുന്നു. ഈ വെൽത്ത് തുടങ്ങാൻ പറ്റും. അരുൺ മോഹൻ ഈ വെൽത്ത് ഉണ്ട്, SIP ഇല്ല, ഒരു ഫണ്ടും ഇല്ല, 0 ആണ് കാര്യം. അരുൺ മോഹന്റെ ഫാദറാണ് മോഹനൻ കുറ്റിക്കാട്. അപ്പൊ നിങ്ങളുടെ ലിസ്റ്റിലുള്ള എല്ലാ കസ്റ്റമർക്കും ഇതിപ്പോ മഹേഷ് VM മഹേഷിന്റെ റെഫറൻസിലാണ് കഴിഞ്ഞ ദിവസം അഭിലാഷ് എന്നുള്ള കസ്റ്റമർ വന്നത്. ഈ കസ്റ്റമർ തന്നത് 2,500 SIP ആണ്. അഭിലാഷ് എത്ര രൂപ SIP ചെയ്തത് ആൽബി? കഴിഞ്ഞ ദിവസം അഭിലാഷ് ചെയ്തില്ലേ ഫീസ് ഒക്കെ തന്നിട്ട്? എത്ര രൂപ SIP ആയിരുന്നു? 10,000.
അതെന്താ പേര് കസ്റ്റമറുടെ? അഭിലാഷ് KR. അതിലില്ലേ? എന്താ പേര്? ആദ്യത്തെ പേരെന്താ ഇവിടെ? അഭിലാഷ് എന്നാണ്. ഫുള്ളായിട്ടുള്ള പേരെന്താ? KR അഭിലാഷ് എന്നാണ് തോന്നുന്നത്. പുഷ്പജിത്താണ് ക്ലൈന്റ് ഡെസ്ക് അങ്ങനെ എന്തോ ചെയ്തു. ശരി, KR അഭിലാഷ്. ഈ വെൽത്ത് ഇല്ലേ? അത് മാപ്പ് ചെയ്തിട്ടുണ്ട്. അല്ല SIP രജിസ്റ്റർ ആയിട്ടില്ലേ? സർ ചെയ്തിരുന്നു. SIP രജിസ്റ്റർ ആയാലും അത് ഇവിടെ കാണിക്കേണ്ടതാണ് കേട്ടോ. ഇവിടെ ചിലപ്പോ കാണിക്കും. അപ്പൊ അത് ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ. ഇപ്പോ ഈ ക്ലയന്റ് ഇപ്പോ മഹേഷ് എന്ന് പറഞ്ഞൊരു ക്ലയന്റ് ആളുടെ ഒരു ഫ്രണ്ടിനെ നമുക്ക് റെഫർ ചെയ്തു. ഓക്കെ, ഈ ഫ്രണ്ട് 5000 രൂപയുടെ SIP പറഞ്ഞു. 5000 രൂപയുടെ SIP ചേർന്നിരിക്കട്ടെ. ഒരു മിനിറ്റ്. ഇപ്പോ ഈ മഹേഷ് എന്നൊരു ക്ലയന്റ് നമ്മുടെ അടുത്ത് റെഫർ ചെയ്തു. ഈ വിളിച്ച ക്ലയന്റ് നമ്മുടെ 5000 രൂപ SIP ചേർന്നിരിക്കട്ടെ. നമ്മൾ എന്താ ഇയാളെ വിളിച്ച് പറയേണ്ടത്? ലക്ഷ്മി, ലക്ഷ്മി ഉണ്ടോ? ലക്ഷ്മി ആൽബി, എന്താ പറയാൻ പറ്റുക ഈ കസ്റ്റമറെ വിളിച്ചിട്ട്? റെഫർ ചെയ്ത ആളെയാണോ? അതായത് VM മഹേഷ് പറഞ്ഞിട്ട് അഭിലാഷ് എന്നുള്ള കസ്റ്റമർ വിളിച്ചു. അഭിലാഷ് 5000 രൂപയുടെ SIP ചേർന്നിരിക്കട്ടെ. നമ്മൾ VM മഹേഷിനെ വിളിച്ചിട്ട് എന്താ പറയേണ്ടത് എന്നാ ചോദിക്കാം. അഭിലാഷ് ചേർന്ന് പറയാം. ഓക്കെ, എങ്ങനെ പറയും? സർ റെഫറൻസ് തന്ന ആള് 5000 റുപ്പീസിന്റെ SIP ചേർന്നിട്ടുണ്ട്. ആദ്യം തന്നെ പറയേണ്ടത് താങ്ക് യു എന്നാ പറയേണ്ടത് കേട്ടോ. താങ്ക് യു സാറ്, സാർ ഒരു ഫ്രണ്ടിനെ റെഫർ ചെയ്തതിന് താങ്ക് യു വെരി മച്ച്. പുള്ളി നമ്മുടെ 5000 റുപ്പീസിന്റെ SIP ചേർന്നിട്ടുണ്ട്. നമ്മൾ വിളിച്ചെന്തിനാണ്? താങ്ക് യു പറയാനും അവര് SIP പറഞ്ഞൊക്കെ പറയാനാണോ? അതിനൊന്നല്ല വിളിച്ചിട്ടുള്ളത്. മനസ്സിലായി? വിളിച്ചെന്തിനാണ്? ഇയാളുടെ 2500 ചെയ്തിട്ടുള്ളൂ. മനസ്സിലായി? അതാണ് നമ്മുടെ ദുരിതം. മനസ്സിലായോ? സാറുടെ റെഫറൻസിൽ നമുക്കൊരു ക്ലയന്റിനെയും കൂടെ കിട്ടി. സാറുടെ ഫ്രണ്ട് 5000 രൂപയുടെ SIP ചേർന്നു, ഫീസും തന്നു. സാർക്ക് വളരെ താങ്ക് യു. സാറുടെ SIP 2000 ആണ്. സാറുടെ വാല്യുവേഷൻ റിപ്പോർട്ട് നമ്മൾ അയക്കുന്നുണ്ട്. സാറുടെ SIP 5000 ആക്കാൻ സാർക്ക്
ഇപ്പൊ സാഹചര്യമുണ്ടോ താല്പര്യമുണ്ടോ നമുക്ക് ചെയ്യട്ടെ എന്ന് ചോദിക്കാം. സാറുടെ ഫ്രണ്ട് 5000 ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തില്ലെങ്കിൽ കൂടെ അറ്റ്ലീസ്റ്റ് ഫ്രണ്ട് പുള്ളി 2500 ഞാൻ 2500 ചേർന്നുണ്ട്, നീയും 2500 ചേർന്നതായിരിക്കും ചിലപ്പോ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുക. പിന്നെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മളത് 2500 ഉദ്ദേശിച്ച് വന്നവർ 5000 ആക്കും, 3000 ആക്കും, 10000 ആക്കും. ഓക്കെ, അപ്പൊ പുള്ളിയും നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ട്. ഓക്കെ, ഇത് പ്രശാന്ത് സംഭവിച്ചാക്ഷൻ. ആളുടെ വൈഫിന്റെ പേരിൽ നമ്മുടെ അക്കൗണ്ട് ഇല്ല, കുട്ടിയുടെ പേരിൽ അക്കൗണ്ട് ഇല്ല, വൈഫിന് ജോലി വരുമാനമൊക്കെ ഉണ്ട്. പുള്ളിക്കാണ് കഴിഞ്ഞ വർഷം കോവിഡ് വന്നപ്പോൾ ടൂറിസമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബിസിനസ് ഒക്കെ ഇല്ലാണ്ടായി. പക്ഷെ വൈഫിന് വരുമാനമുണ്ട്, ഇവിടേക്ക് ഒരു മോനുണ്ട്, മോന്റെ പേരിൽ SIP ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതെല്ലാം ഫാമിലി മാസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി 2 കാര്യങ്ങൾ. അപ്പൊ ഇതെല്ലാം മനസ്സിലായില്ല. ഇത് നിങ്ങൾ ഡാറ്റ നോക്കുക, നിങ്ങൾ എല്ലാ ക്ലയൻസിനെയും അവരുടെ നിലവിലുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അവരെ വിളിച്ച് ചോദിച്ച് അവരുടെ കല്യാണം കഴിഞ്ഞാണോ, കല്യാണം കഴിയാത്തതാണോ, കുട്ടികളുണ്ടോ, എത്ര കുട്ടികളുണ്ട് എന്നെല്ലാം ചോദിച്ചിട്ട് അവർക്ക് ഒരു പ്ലാന് ക്രിയേറ്റ് ചെയ്ത് അയച്ചു കൊടുക്കുക. ഫാമിലി മാസ്റ്റർ ജസ്റ്റ് വെറുതെ ഇട്ടാൽ മതി. നമ്മൾ ഇൻഷുറൻസ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യാനോ ഏത് പ്ലാൻ ചെയ്യണം എന്ത് ചെയ്യണം എന്നൊന്നും കൺഫ്യൂഷന്റെ കാര്യമേ ഇല്ല. ഏറ്റവും സിമ്പിൾ ആണ് ഫാമിലി മാസ്റ്റർ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. ജസ്റ്റ് നമുക്ക് ഏത് വർഷത്തിൽ പൈസ വേണം, എത്ര വർഷം കഴിഞ്ഞിട്ട് വേണം എന്നുള്ളത് മാത്രം ഒരു ഐഡിയ ഉണ്ടായാൽ മതി. റിട്ടേൺസ് ഇടുമ്പോൾ 5%, 10%, 12% ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞാല്? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? രശ്മിക്ക് എന്താ ഡൗട്ട് ഉള്ളത്? എനിക്ക് ഈ ഫാമിലി ഡ്രീം മാസ്റ്റർ അന്ന് എങ്ങനെയാ ചെയ്യണ്ടേന്ന് അന്ന് പറഞ്ഞായിരുന്നു. ഒന്നും ചെയ്യാനൊന്നും തുടങ്ങിയിട്ടില്ല. രേവതി കുറച്ച് Just- ചെയ്യാൻ കൊടുക്ക്. രേവതിയുടെ കുറച്ച് കസ്റ്റമറൊക്കെ ഇതിൽ ഗ്രൂപ്പ് ഇല്ലാത്ത കസ്റ്റമർ കൊടുക്കാം സർ. ഞാനിപ്പോ അത് ഒരെണ്ണം കാണിച്ചു തരാം. ഇത് നമ്മുടെ പ്രദീപ് നായർ എന്ന് പറഞ്ഞിട്ടുള്ള ഞാനിപ്പോ 1 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ക്ലയന്റിന്റെ തന്നെ ഫാമിലി ഇൻവെസ്റ്റർ ഞങ്ങൾ കാണിച്ചു തരാം. പുള്ളി ഇപ്പൊ ഇന്ന് രാവിലെ പോലും വിളിച്ചിട്ട് പുള്ളി 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ആളുടെ ക്ലയന്റ് ഡെസ്ക് ഇതിന്റെ യൂസർ ഐഡി പാസ്വേഡ് പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട്. പുള്ളി ഇത് ലോഗിൻ ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് പുള്ളിയുടെ ഫാമിലി ഗോൾസ് ഇവിടെ കാണാൻ പറ്റും. മനസ്സിലായോ? അതായത് പുള്ളിക്ക് ഞാൻ പറഞ്ഞു പുള്ളിക്ക് എമർജൻസി ഫണ്ട് വേണം. എത്ര രൂപ വേണം? ഒരു മിനിമം ഒരു 5 ലക്ഷം രൂപയെങ്കിലും വേണം. അതായത് പുള്ളിയുടെ ഒരു മാസം ചെലവിന്റെ മിനിമം 3 മാസത്തെ അല്ലെങ്കിൽ 4 മാസത്തെ ചെലവ് നമ്മുടെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് ആയിട്ട് വേണം എന്ന് പറഞ്ഞു. പുള്ളിക്ക് 2 കുട്ടികളെ പഠിപ്പിച്ച് കല്യാണം കഴിച്ച് വിടണമെങ്കിൽ ഒരു കുട്ടിക്ക് മിനിമം ഒരു 10-20 ലക്ഷം രൂപ ചെലവ് വരും. അടുത്ത 5 വർഷം അല്ലെങ്കിൽ 8 വർഷം കഴിഞ്ഞിട്ട് അതിന് 40 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. പുള്ളി റിട്ടയർ ആവുന്ന സമയത്ത് മാസം ഒരു 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ കിട്ടണം എന്നുണ്ടെങ്കിൽ 5 കോടി രൂപ ഫണ്ട് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും പറഞ്ഞപ്പോ നേരത്തെ SIP ചെയ്യുന്ന സമയത്ത് ഇതൊന്നും പുള്ളിക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് വെറുതെ സേവ് ചെയ്യണമെന്ന് പറഞ്ഞ് സേവിങ്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ആദ്യം ചെയ്ത SIP 20,000 രൂപ, 19,000 രൂപ, പിന്നെ അത് 20,000 ആയി, 40,000 ആയി. ഇത് കാണിച്ചപ്പോൾ അത് പെട്ടെന്ന് പുള്ളി തന്നെ ഇങ്ങോട്ട് പറയാം, എനിക്ക് 5 കോടി രൂപ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത്രയും വരുന്നുണ്ട്. ഈ 90,000 രൂപ ഇത് കഴിഞ്ഞ മാസം പുള്ളി ഒരു 10,000 കൂടി ചെയ്തിട്ടുണ്ട്. അത് അടുത്ത മാസം മുതൽ ഇവിടെ 1 ലക്ഷം രൂപ റൗണ്ട് ആയിട്ട് വരും. ഓക്കെ, എനിക്കിപ്പോ 3,88,00,000 രൂപയാണ് കിട്ടുക. ഇനി ഞാൻ 38,000 രൂപ കൂടെ മാസം 40,000 കൂടെ അഡീഷണൽ അടച്ചാലാണ് എനിക്ക് 5 കോടി ആവുള്ളൂ. ഇത് പുള്ളിക്ക് ഓൾറെഡി രജിസ്റ്റർ ആയി. പുള്ളിക്ക് ഇതിന്റെ യൂസർ ഐഡി പാസ്വേഡ് ഉണ്ട്. പുള്ളി ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലായി? അപ്പൊ ഇത് പുള്ളിയുടെ നിലവിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. 19 ലക്ഷം രൂപ പുള്ളി ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള അടുത്ത ദിവസം കാണിച്ചു തരാം. ഇപ്പൊ തൽക്കാലം സമയക്കുറവ് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഇത് മനസ്സിലായി? ഇത് 3 ആവശ്യങ്ങൾ ഒരാളുടെ ലൈഫിൽ വേണ്ട. നമ്മുടെ 4Dയിൽ പറയുന്ന അയാളുടെ റിട്ടയർമെന്റ്, അയാളുടെ ചൈൽഡ് ഫ്യൂച്ചർ, അയാളുടെ ഒരു എമർജൻസി ഫണ്ട് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഫണ്ട്. ഇത് 3ലേക്കായിട്ട് നമ്മൾ ഗോൾ സെറ്റ് ചെയ്തിട്ട് ഇതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു. അയാൾക്ക് കാര്യം മനസ്സിലായി. അയാൾ അതിന് വേണ്ടിയിട്ട് വളരെ സീരിയസ് ആയിട്ട് പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യാം. അയാളുടെ ജോലിയിലൊക്കെ ഇപ്പൊ ഭയങ്കര റെസ്പോൺസിബിൾ ആയി. ഇതിന് വേറൊരു ക്ലയന്റിനെ കാണിച്ചു തരാം.
ഇതിപ്പോ സജീവ് കനിശ്ശേരി എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലയന്റിന് ഒരു വർഷം 2 ലക്ഷം രൂപ പ്രീമിയം അടയ്ക്കാനുണ്ട്. അപ്പൊ 2 ലക്ഷം രൂപ പ്രീമിയം അടയ്ക്കാനായിട്ട് ആൾക്ക് ഒരു 10-30 ലക്ഷം രൂപയെങ്കിലും വേണം. റിട്ടയർ ആകുമ്പോൾ 2 കോടി രൂപ കിട്ടാനായിട്ട് ആൾക്ക് ഇപ്പൊ നിലവിൽ 1 ലക്ഷം രൂപ അടയ്ക്കുന്നുണ്ട്. മനസ്സിലായി? അതിൽ ഓൾറെഡി 96 ലക്ഷം രൂപ വാല്യൂ ആയി. അത് അടുത്ത 4 വർഷം കൂടെ കഴിയുമ്പോൾ പുള്ളിക്ക് ഇപ്പോൾ ഒരു 56-57 വയസ്സായിട്ട് 60-61 വയസ്സിലൂടെ തിരിച്ചു വരുമ്പോൾ പുള്ളിക്ക് 2 കോടി രൂപ കിട്ടാനായിട്ട് പ്ലാനാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഇത് 27 ലക്ഷം രൂപ ഷോർട്ട് ഉണ്ട് പുള്ളിക്ക്. അത് കിട്ടണമെങ്കിൽ 65,000 കൂടെ അഡീഷണൽ ആയിട്ട് SIP ആണ്, അല്ലെങ്കിൽ വൺ ടൈം ആയിട്ട് 20 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇത് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്നുണ്ടോ 20 ലക്ഷം, അല്ലെങ്കിൽ FD യിൽ കിടക്കുന്നുണ്ടോ, അത് നമ്മുടെ ഇതിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ മതി. അപ്പൊ ഈ ഒരു സ്ക്രീൻഷോട്ട് ഇല്ലാണ്ട്, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ, അവർക്കൊരു അവരുടെ പേര് വെച്ചിട്ടുള്ള ഒരു സാധനം ഇല്ലാത്തടത്തോളം കാലം അവര് നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കില്ല. ഇതിപ്പോ ആരുടെ റിട്ടയർമെന്റ് ആണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്? രശ്മി, സജീവ് അല്ലേ? കനിശ്ശേരി. അതായത് നമ്മൾ ഇത് അയച്ചു കൊടുക്കുമ്പോഴേ നമ്മൾ അയാളുടെ പേര് വെച്ചിട്ട് അയാൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള, അയാളെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള അയാളുടെ റിക്വയർമെന്റ് 2 കോടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഇമ്പാക്ട് കൂടുതലായിരിക്കും. ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ ആണ്. അത് നമ്മുടെ പാർട്ട്നേഴ്സിലൂടെ ചെയ്യാൻ പറ്റും. തൽക്കാലം നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. രേവതിക്കോ നീൽസണോ ലക്ഷ്മിക്കോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ലക്ഷ്മി ഡിസ്കണക്ട് ആയി. ലക്ഷ്മി ഒന്ന് വിളിക്കുക കേട്ടോ. സർ. അപ്പൊ നമുക്ക് ഇത്രയും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. നിങ്ങൾ ഓരോ കസ്റ്റമറെയും വിളിക്കുമ്പോൾ ഇതിൽ ചില കസ്റ്റമറിന് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്തവരുണ്ടാവും, ലൈഫ് ഇൻഷുറൻസ് ഇല്ലാത്തവരുണ്ടാവും, ടേം പോളിസി ഇല്ലാത്തവരുണ്ടാവും, ആക്സിഡന്റ് പോളിസി ഇല്ലാത്തവരുണ്ടാവും. ഇതെല്ലാം നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കൊടുക്കാൻ പറ്റും. അത് കൊടുക്കണമെങ്കിൽ നമ്മൾ അതിന്റെ പ്ലാൻ പ്രിപ്പയർ ചെയ്ത് അയച്ചു കൊടുക്കും. മനസ്സിലായോ? രേവതിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായി സർ. ഇത് പ്രോസസ് മനസ്സിലായോ? മനസ്സിലായി. പോർട്ട്ഫോളിയോ റിവ്യൂ എടുക്കാൻ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് മനസ്സിലായി. അപ്പൊ ഇത് ക്ലയന്റിന് നമ്മൾ ഫാമിലി ഇൻവെസ്റ്റർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രീമിയം വരുന്ന രീതിയിൽ നമ്മൾ പ്ലാന് പ്രിപ്പയർ ചെയ്യണം. അതായത് 20,000 രൂപ വരുമാനമുള്ള ഒരാൾക്ക് മാസം 25,000 രൂപ SIP ഫിഗർ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് നമ്മൾ ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഫിഗർ കിട്ടും. അപ്പൊ അതിനനുസരിച്ച് മാറ്റി കൊടുക്കാം. മനസ്സിലായി? ഇപ്പൊ 25,000 രൂപ വരുമാനമുള്ള ആൾക്ക് 2 കോടി രൂപ കിട്ടുന്ന പ്ലാൻ ഒന്നും പറയേണ്ട കാര്യമില്ല. 25,000 വരുമാനം ഒരു 25 ലക്ഷം രൂപ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിന് ചിലപ്പോൾ ഒരു 5,000 രൂപയൊക്കെ വരുള്ളൂ. അപ്പൊ അയാളുടെ 25,000 വരുമാനത്തിന് 5,000 രൂപ ചിലപ്പോൾ അടയ്ക്കാൻ പറ്റില്ല. അപ്പൊ അറ്റ്ലീസ്റ്റ് അതിന്റെ പകുതി അടയ്ക്കാൻ പറയാം, 2,500 എങ്കിലും അടയ്ക്കാൻ പറയാം. അപ്പൊ അറ്റ്ലീസ്റ്റ് 10-12 ലക്ഷം രൂപയെങ്കിലും കിട്ടും. പിന്നെ സാലറി കൂടുമ്പോൾ അവർക്ക് അടുത്തത് അപ്ഗ്രേഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മൾ കൃത്യമായിട്ടൊരു അവർക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഈ ക്ലയന്റ് മാസം 1 ലക്ഷം രൂപ അടയ്ക്കുന്ന സജീവ് കനിശ്ശേരി അല്ലെങ്കിൽ പ്രദീപ് നായർ, ഇവരൊക്കെ NRIs ആണ്. ഇവർക്ക് അവിടെ ഒരു മാസം 3, 4, 5 ലക്ഷം രൂപയൊക്കെ ചിലപ്പോൾ വരുമാനം ഉണ്ടാവും. അപ്പൊ 3-4 ലക്ഷം ഒക്കെ വരുമാനമുള്ള ഒരാൾക്ക് 1 ലക്ഷം രൂപ വലിയ എമൗണ്ട് ഒന്നുമല്ല. നമുക്കത് വലിയ എമൗണ്ട് ആയിരിക്കും. പക്ഷെ അവരുടെ ജോലി, അവരുടെ വർക്ക് ചെയ്യുന്ന ഇതൊക്കെ വെച്ചിട്ട്, ബിസിനസ് ഒക്കെ വെച്ചിട്ട് അത് വലിയൊരു എമൗണ്ട് ഒന്നും ആയിരിക്കില്ല. ഓക്കെ, ഇനി 2 കഥ പറയാനുണ്ട്. അത് പെട്ടെന്ന് പറയാം. ഞാൻ ഇന്നലെ നമ്മുടെ നിലവിലുള്ള ഒരു കസ്റ്റമറെ വിളിച്ചു. ബിജോഷ് കുമാർ എന്ന പേര്. പുള്ളി എന്റെ ഏജന്റ് ആയിരുന്നു നേരത്തെ. പുള്ളി ഇപ്പൊ സെയിൽസ്മാൻ ആയി. പുള്ളിക്ക് അത്യാവശ്യം വരുമാനമുണ്ട്. പുള്ളി സ്റ്റാർ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പുള്ളിക്ക് മാസം അത്യാവശ്യം കമ്മീഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ പുള്ളിക്ക് 1 വർഷം മുമ്പ് ഒരു SIP കൊടുത്തിരുന്നു. അതിപ്പോ SIP പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുള്ളിക്ക് നല്ല പ്രോഫിറ്റും ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ നേരിട്ട് കണ്ടപ്പോൾ പുള്ളിയോട് അത് പറഞ്ഞു, ഇങ്ങനെ SIP ഉണ്ട്, നല്ല പ്രോഫിറ്റ് ആണെന്നൊക്കെ പറഞ്ഞു. ഇന്നലെ ഞാൻ പുള്ളിയോട് വിളിച്ചിട്ട് SIP അപ്ഗ്രേഡ് ചെയ്തെന്ന് വെച്ചപ്പോൾ പുള്ളി എന്നോട് ഭയങ്കരമായിട്ട് ചൂടാവാം. പുള്ളി എന്തിനാ ചൂടായെന്നറിയാം രേവതി? പറഞ്ഞു സർ, ആരും വിളിച്ചിട്ടില്ല. പുള്ളിയുടെ ഇപ്പൊ ഇട്ട പൈസയുടെ വാല്യൂ എന്താണ്, ഞാനിട്ടത് കൂടിയോ കുറഞ്ഞോ, എത്ര ലാഭം ഇല്ലാണ്ടതൊക്കെ അറിയാണ്ട് ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ ഇടാന്ന് ചോദിക്കുന്നത്. പക്ഷെ ഇത് പുള്ളിയോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യം ശരിയാണ്. ഞാൻ CRM നോക്കിയപ്പോ ആദ്യം പുള്ളിയെ വിളിച്ചിട്ടുണ്ട്. മെയ് മാസത്തിൽ വിളിച്ചപ്പോൾ പുള്ളിക്ക് ഫൈനാൻഷ്യൽ ഇഷ്യൂ ആയതുകൊണ്ട് പുള്ളി സ്റ്റാർട്ട് ചെയ്തില്ല എന്നുള്ളൊരു കമന്റ് ആണ് അതിലിട്ടിട്ടുള്ളത്. ഓക്കെ, പുള്ളിയുടെ പ്രശ്നം അതല്ല. ഞാൻ വിളിക്കാത്തതുകൊണ്ട് പുള്ളി നമ്മുടെ കോളും കാത്തിരിക്കുക. കാരണം പുള്ളിയുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ നോക്കുമ്പോൾ പുള്ളിക്ക് അറിയാലോ, പുള്ളി പൈസ അടയ്ക്കണമെന്ന് പുള്ളിക്ക് അറിയാം.
പക്ഷെ നമ്മുടെ കോള് വരാത്തതുകൊണ്ട് പുള്ളി 4000 രൂപ മാസം അടയ്ക്കുന്ന LIC പോളിസി എടുത്തു. അതാണ് പുള്ളിയുടെ ടെൻഷൻ. കാരണം ഇവിടെ 25-30% പുള്ളിയുടെ പ്രോഫിറ്റ്, അവിടെ 3-4% കിട്ടുള്ളൂ, അന്യായ കമ്മീഷനാണ്. ഇതെല്ലാം അറിഞ്ഞിട്ട് പുള്ളിയുടെ കാശ് പോയി എന്നുള്ള വിഷമം പുള്ളി നമ്മളോട് തീർക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മള് വിളിച്ചാൽ ആൾക്കാർ ചേരാൻ റെഡിയാണ്. രണ്ടാമത്തെ ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ നമ്മുടെ ഇവിടുത്തെ ഒരു ടോപ്പ് മ്യൂച്വൽ ഫണ്ട് ഏജന്റ് ഉണ്ട്, ഡയസ് ഇൻവെസ്റ്റ് എന്നാ പേര്. അപ്പൊ അവര് എന്നെ പോലെ തന്നെ നേരത്തെ ഏജന്റ് ആയിരുന്നു. അപ്പൊ ആള് ഇപ്പോ 1 കോടി, നമ്മളിപ്പോ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് AUM എന്ന് പറയുന്നത് ഇപ്പോ 15 കോടിയുടെ അടുത്താണ്. ഇവിടെ നമുക്ക് നോക്കി അറിയാൻ പറ്റും. നമ്മളിപ്പോ നമ്മുടെ മ്യൂച്വൽ ഫണ്ടില് നമ്മുടെ ഇവിടെ ഹോം സ്ക്രീനിൽ പോയി കഴിഞ്ഞാല് 12.5 കോടി രൂപ മ്യൂച്വൽ ഫണ്ടിലുണ്ട്, പിന്നെ PMS-ലുണ്ട്. അങ്ങനെ 13,68,00,000. ഇത് കൂടാണ്ട് നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് ഉള്ളത് ഒരു 1 കോടിയോളം നമ്മൾ അങ്ങനെയുണ്ട്. അങ്ങനെ ഒരു 14.5 കോടി 15 കോടിയാണ് നമ്മുടെ AUM. ഓക്കെ. നമ്മുടെ SIP ബുക്ക് എന്ന് പറയുന്നത് ലൈവ് SIP 16 ലക്ഷം രൂപയാണ്. മറ്റേ ഡയറക്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 50,000 രൂപ 1 ലക്ഷം രൂപ അടുത്തുണ്ടാകും. അപ്പൊ 16-17 ലക്ഷമാണ് നമ്മുടെ SIP ബുക്ക്. ഇതിന്റെ 7 ഇരട്ടി വലിപ്പമുള്ള ഒരു ഏജന്റ് ഉണ്ട്. ആള് പക്ക മ്യൂച്വൽ ഫണ്ട് ഏജന്റ് ആണ്. അവര് വേറെ ഇൻഷുറൻസോ ഹെൽത്ത് ഇൻഷുറൻസോ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങോ ടാക്സ് പ്ലാനിങ്ങോ സർവീസോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. മ്യൂച്വൽ ഫണ്ട് SIP ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കാം. ഓക്കെ. അപ്പൊ ആളുടെ ഒരു ക്ലയന്റ് ആണ് ഇന്നലെ നമ്മൾ ഇങ്ങോട്ട് വിളിച്ചത്. ഓക്കെ. കസ്റ്റമർ പേര് മധു. ഓക്കെ. മധു എന്താ പറഞ്ഞാൽ ബി? ആള് പ്രദീപ് നായരുടെയും അനൂപിന്റെയും കസിൻ ആണ്. അപ്പൊ അവര് പറഞ്ഞിട്ടാണ് നമ്മളെ കുറിച്ച് അറിഞ്ഞത്. പുള്ളി ഡയസ് ഇൻവെസ്റ്റില് ഇൻവെസ്റ്റ്മെന്റ് 2-3 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതൽ ചോദിച്ചില്ല. അപ്പൊ ആള് പറഞ്ഞു ആൾക്ക് ഇപ്പൊ പ്രദീപിനൊക്കെ കൊടുത്തവർ എന്തെങ്കിലും ഒരു പ്ലാൻ നോക്കാനായിട്ട് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ. ഞാൻ ചോദിച്ചത് എന്തിനാണ് ഡയസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് നമ്മളിലേക്ക് മാറുന്നത്? ഡയസ് ഇൻവെസ്റ്റ്മെന്റ് തന്നെ വിളിച്ചിട്ട് ബാക്കി ഇൻവെസ്റ്റ്മെന്റ് കൂടെ കൊടുത്താൽ പോരെ? അവിടെ നിന്ന് ആരും വിളിക്കുന്നില്ല എന്ന് പുള്ളി പറഞ്ഞു. അല്ല സാർ, എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അതായത് പുള്ളിയുടെ ഞാൻ 2-3 പ്രാവശ്യം കുത്തി ചോദിച്ചു, സാർ എത്ര SIP ചെയ്യുന്നു? അപ്പൊ പുള്ളി പറയുന്നത് എന്താ പറയുക, ഞാൻ ചെറിയ SIP ചെയ്യുന്നു എന്നാ പറയുന്നത്. എന്ന് വെച്ചാല് പുള്ളി 2,500 രൂപയുടെ 4 SIP ചെയ്യുന്നുണ്ട്. ഓക്കെ. 10,000 രൂപയുടെ SIP ചെറുതാണോ വലുതാണോ ലക്ഷ്മി? വലുതാണ്. രേവതി? ആളുടെ ഇൻകം വെച്ച് നോക്കുമ്പോ ചെറുതായിരിക്കും സാർ. ആളുടെ ഇൻകം എത്രയാണെന്ന് അറിയോ? 4 ലക്ഷം രൂപ ഒരു മാസം. അപ്പൊ ചെറുതാ. 4 ലക്ഷം രൂപ മാസം വരുമാനമുള്ള ഒരാൾക്ക് 2 ലക്ഷം രൂപ ദുബായിൽ ചെലവ് കൂട്ടിക്കോ, ബാക്കി 2 ലക്ഷം രൂപ കയ്യിലില്ലേ? ഉണ്ട്. ഈ 2 ലക്ഷത്തില് ഡയസ് ഇൻവെസ്റ്റ് എത്ര വാങ്ങിച്ചിട്ടുള്ളൂ? 10,000. ഇയാളുടെ അളിയൻ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്? മാസം 1 ലക്ഷം രൂപ. ഇയാൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്? 10,000 രൂപ. അപ്പൊ ഇയാൾ എന്താണ് പ്രദീപിനെ പോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് വേണമെന്ന് പറയാൻ കാരണം? ആള് പുള്ളിയെ വെച്ച് കമ്പയർ ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് മാസം 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. മനസ്സിലായോ? ഇത് മനസ്സിലാക്കി എടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ എനിക്കത് അപ്പൊ പുള്ളി എനിക്ക് ഇന്നലെ തന്നെ കമ്മിറ്റ്മെന്റ് തന്നു, ഞാൻ ഒരു വർഷം ഒരു 5 ലക്ഷം അല്ലെങ്കിൽ 6 ലക്ഷം ഇടാം എന്നാണ് പുള്ളി പറയുന്നത്. എന്നുവെച്ചാൽ മാസം 50,000 രൂപ അടയ്ക്കാമെന്ന് ഞാൻ ചോദിക്കാതെ തന്നെ പറഞ്ഞു തന്നു. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ അടുത്ത് ഈ കസ്റ്റമറെ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? രേവതിക്ക് ഇങ്ങനത്തെ എത്ര കസ്റ്റമറെ രേവതി കൊളാക്കിയിട്ടുണ്ട്? അത് ആദ്യം നമുക്ക് മിസ്റ്റേക്ക് പറ്റും. അത് ഞാനൊരു പ്രശ്നമായിട്ട് പറയല്ല. പക്ഷെ കസ്റ്റമർ എന്താ ചേരാത്ത എന്നുള്ളതിന്റെ ഒരു റീസൺ ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾ പിച്ച് ചെയ്യുമ്പോൾ അവരുടെ വരുമാനത്തിനനുസരിച്ചിട്ടുള്ള പിച്ച് അല്ല ചെയ്യുന്നത്. ഞാൻ ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഇപ്പൊ അവസാനിപ്പിക്കാം. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഇവിടെ കാണിച്ചു എന്നുള്ള സാധനം ഉണ്ടല്ലോ, ഇത് നമ്മുടെ സന്തോഷ് നായരുടെ ഒരു ടിപ്പാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ലീഡ്സ് എന്ന് പറഞ്ഞ സ്ക്രീനിൽ കാണിക്കുന്നില്ലേ?
അപ്പൊ ഇതിനാണ് നിങ്ങൾ ഫാക്ട് ഫൈൻഡിങ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ കസ്റ്റമർ കല്യാണം കഴിച്ചില്ല, മധു കിഷോർ കല്യാണം കഴിച്ചില്ല. എന്തുകൊണ്ടാണ് കല്യാണം കഴിച്ചിട്ടില്ല ആൽബി? ചോദിച്ചില്ല സർ. ഞാൻ ചോദിച്ചു. അപ്പൊ എന്താ പറഞ്ഞെന്നറിയാം? ഇല്ല. ജാതക പ്രശ്നമാണെന്ന് പറഞ്ഞു. ജാതകത്തിന്റെ എന്തോ പ്രശ്നം. ഇത് ചോദിച്ചാലേ അറിയുള്ളൂ. ഓക്കെ, അപ്പൊ സന്തോഷ് നായർ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്, DIKW. ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഒന്ന് ഡാറ്റ. ഇപ്പൊ ഞാൻ നിങ്ങളോട് പല കഥകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഡാറ്റ. ഓക്കെ, നിങ്ങൾ ഇതിൽ ചില ആൾക്കാർ ചിലപ്പോൾ എഴുതിയെടുക്കുന്നുണ്ടാവും, ചിലപ്പോൾ എഴുതിയെടുക്കുന്നുണ്ടാവില്ല. മിക്കവാറും എഴുതിയെടുക്കില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നിങ്ങൾ അങ്ങനെ എഴുതിയെടുക്കുന്നതാണ് നിങ്ങളുടെ ഇൻഫർമേഷൻ. അതായത് ഞാൻ 10 മിനിറ്റ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അന്ന് ചിലപ്പോൾ ഒരു സെന്റൻസ് ആയിരിക്കും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, എഴുതിയിട്ടുണ്ടാവും. ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. ഓക്കെ, ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ട്, അത് ഞാൻ അടുത്തത് പറയാം. നോളജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ തന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ, നിങ്ങൾ ഈ കസ്റ്റമറെ വിളിച്ചിട്ട് ഇത് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് നോളജ് കിട്ടും, എക്സ്പീരിയൻസ് കിട്ടും. ഓക്കെ, അതിനെയാണ് നോളജ് എന്ന് പറയുന്നത്. നിങ്ങളിത് പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യണം. പക്ഷെ നിങ്ങളിത് ചെയ്യണോ ചെയ്യണ്ടേ, ചെയ്താൽ എന്ത് പറ്റും, ഞാൻ കസ്റ്റമറെ വിളിച്ച് ആ കസ്റ്റമർ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല. ഇത് കഴിയുമ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസിലൂടെ നിങ്ങൾക്ക് വിസ്ഡം കിട്ടും. അതായത് ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ നിങ്ങളോട് എന്താ സംസാരിക്കുന്നത്, എക്സ്പെരിമെന്റ് ചെയ്തു. ഇപ്പൊ എന്റെ അടുത്ത് എൻജേക്കാർ 5 വർഷമായിട്ട് പറയുന്നതാണ്, ഞാൻ 3 വർഷം മുമ്പ് ചെയ്തു തുടങ്ങി, അല്ലെങ്കിൽ 2 വർഷം മുമ്പ് ചെയ്തു തുടങ്ങി. അപ്പൊ എനിക്കൊരു എക്സ്പീരിയൻസ് കിട്ടി. ഓക്കെ, ഈ എക്സ്പീരിയൻസിന് എനിക്ക് എന്ത് മനസ്സിലായി, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അല്ലേ, കസ്റ്റമറോട് മ്യൂച്വൽ ഫണ്ട് അങ്ങോട്ട് ചാടിക്കറി പിച്ച് ചെയ്യരുത്, ഫാക്ട് ഫൈൻഡ് ചെയ്യണം, ഫാക്ട് ഫൈൻഡ് ചെയ്യാണ്ട് പോളിസി ഇൻഷുറൻസ് ഒന്നും പറയരുത്. ഇത് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇതിനാണ് എന്റെ വിസ്ഡം എന്ന് പറയുന്നത്. മനസ്സിലായി? ഇതിനിടയ്ക്കുള്ള സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ചെയ്യാനായിട്ടുള്ള പ്രോസസ് ഉണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയണമെന്നില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ പ്രോസസ്സ് പറഞ്ഞുതരുന്നത്. ആദ്യം എന്ത് ചെയ്യണം, രണ്ടാമത് എന്ത് ചെയ്യണം, മൂന്നാമത് എന്ത് ചെയ്യണം. ഇത് നിങ്ങൾ ഇതിന്റെ സീക്വൻസോ ഫോർമാറ്റോ മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് മിക്കവാറും നമ്മൾ പ്രതീക്ഷ റിസൾട്ട് കിട്ടില്ല. അപ്പോൾ DIPKW മനസ്സിലായി? ഈ വാക്ക് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചോ. നിങ്ങൾക്ക് പല സ്ഥലത്തുനിന്നും പല കസ്റ്റമറുടെ പേര് കിട്ടും, നമ്പർ കിട്ടും, ഇതെല്ലാം നിങ്ങളുടെ ഡാറ്റയാണ്. ഇതിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള നോളജ് വരും. ഈ കസ്റ്റമറോട് എന്ത് പറയണം, എന്ത് പറയാൻ പാടില്ല എന്നുള്ള ചെയ്ത് നമുക്കത് റിസൾട്ടിലേക്ക് എത്തിച്ചു കഴിയുമ്പോൾ നമുക്കത് വിസ്ഡമായി മാറും. വൺസ് നിങ്ങൾ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്റ്റീവ് ആയിരിക്കും, നമ്മൾ കണ്ടിന്യൂസ് പെർഫോമർ ആയിട്ട് മാറും. ലക്ഷ്മി, ഞാനിപ്പോ എന്താ പറഞ്ഞത്, ലാസ്റ്റ് പറഞ്ഞത്? ലക്ഷ്മി ഉണ്ടോ? അപ്പൊ 4 മണിയായി, ഞാനിപ്പോ ഓഫീസിലേക്ക് വരാം. ഹരി ഇപ്പോ റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. ലക്ഷ്മി പറഞ്ഞു. DIP